റെക്കോർഡിംഗ് സ്റ്റാർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ അരുൺ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നമ്മുടെ സഹകരണ വീക്ഷണത്തിന്റെ പരിശീലന പരിപാടികളുടെ നിരവധി പരിശീലന പരിപാടികളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 35ാമത്തെ പ്രോഗ്രാമാണ്. അപ്പൊ ഈ 35ാമത്തെ പ്രോഗ്രാമിൽ ഇന്നൊരു ഡിഫറെന്റ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും എപ്പോഴും എല്ലായിടത്തും പറയും സഹകരണ മേഖലയിൽ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആളുകൾ വരുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ വരുന്നില്ല എന്ന് പറയുന്നല്ലാതെ എങ്ങനെ നമ്മൾ അതിനെ അട്രാക്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസ്കഷൻസ് നമ്മൾ ഉണ്ടാവാറില്ല. അപ്പൊ ഇന്നൊരു ഡിഫറെന്റ് ആയുള്ള രീതിയിലുള്ള ഒരു പരിശീലന പരിപാടിയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് എങ്ങനെ നമുക്ക് ന്യൂ ജനറേഷനിൽ പെട്ട ആളുകൾ നമ്മുടെ സംഘങ്ങളിലേക്ക് വരുത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, നമ്മളെ എന്തൊക്കെ ആറ്റിറ്റ്യൂഡിൽ നമ്മളെ മാറ്റങ്ങൾ വരണം. ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് ഒരു ഹോമം ചെയ്യാനൊന്നുമില്ല. ഹോമം ചെയ്തിട്ടും ഒന്നും പ്രത്യേകിച്ചും എന്തില്ല, ഒരു 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 റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. അതിൽ നമ്മൾ അടിപൊളി നമ്മളും മാറുക, നമ്മുടെ സംവിധാനങ്ങളും സിസ്റ്റങ്ങളും ഒക്കെ മാറുക എന്നുള്ളതാണ് ഇതിന് ഒരു വലിയൊരു മാറ്റം വേണ്ടത്. അല്ലാതെ നമ്മളെ ബാങ്കിൽ കുറെ ടെക്നോളജിയും കാര്യങ്ങളും മാത്രം വന്നുകൊണ്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് ലെറ്റ്സ് തിങ്ക് ഡിഫറെന്റ്ലി, ലെറ്റ്സ് ക്രിയേറ്റ് ചേഞ്ച് എന്നാണ്. നമ്മൾ വ്യത്യാസമായിട്ട് നമ്മൾ ചിന്തിക്കുക, വ്യത്യസ്തമായി ചിന്തിക്കുക, ശരിയായ പതിവുള്ള രീതിയിൽ നിന്ന് മാറി ചിന്തിക്കാം എന്നുള്ളത് തന്നെയാണ് ഡിഫറെന്റ്ലി ചിന്തിക്കുക എന്നുള്ള ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാം. എപ്പോഴും നമുക്കറിയാം വിന്നേഴ്സ് ആർ പ്ലേസ്ഡ് ബൈ റിസൾട്ട്സ് ആൻഡ് ഫെയിലിയേഴ്സ് ആർ പ്ലേസ്ഡ് ബൈ മെത്തേഡ്സ് എന്നാണ്. അപ്പം പരാജയപ്പെടുന്നവർ പലപ്പോഴും ഒരേ രീതി കൊണ്ട് പരാജയപ്പെടുന്ന ആളുകളായിരിക്കും. വിജയിക്കുന്ന ആളുകൾ പലരും റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. റിസൾട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മിസ്റ്റർ പ്രദീപൻ മാലോത്ത് എന്ന് പറയുന്ന സാറാണ്. സാറ് നമ്മളെ കിക്മയുടെ ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. അദ്ദേഹം ഒരു കൗൺസിലറാണ്, ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. അതുപോലെ അദ്ദേഹം ഒരു JCIയുടെ ഫോർമൽ ട്രെയിനറും കൂടിയായി. പ്രത്യേകിച്ച് അദ്ദേഹം, ഞാൻ ഡയറക്റ്റ് ആയിട്ട് സഹകരണ മേഖലയിൽ അദ്ദേഹത്തിന് ഈ കിക്മ വഴിയുള്ള സഹകരണ സ്ഥാപനങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ, അവിടുത്തെ നമ്മുടെ സഹകാരികൾക്കുള്ള പരിശീലനം കൊടുത്തുള്ള പരിചയമാണ്. അദ്ദേഹം സഹകരണ മേഖലയിൽ ജോലി ചെയ്ത ആളല്ല, പക്ഷെ അതുകൊണ്ട് തന്നെ ഹി ഹാഡ് ഡൺ എ ലോട്ട് ഓഫ് റിസർച്ച് ഓൺ ഈ കോപ്പറേറ്റീവ് സെഗ്മെന്റിൽ അദ്ദേഹത്തിന് ഒരുപാട് റിസർച്ച് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിനിങ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണകരമായ പരിശീലന പരിപാടി ആയിരിക്കും, യാതൊരു സംശയവും വേണ്ട. വെൽക്കം യു മിസ്റ്റർ പ്രദീപൻ മാലോത്ത്. ഓവർ ടു യു. താങ്ക് യു സാർ. എന്നെ എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഒരുപാട് സന്തോഷം ഈ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് അരുൺ സാറിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. കാരണം ഇതിൽ പലരെയും ഒരുപാട് തവണ കേട്ടിട്ടുള്ള ആളുകളാണ്. സാറിനെയൊക്കെ മറ്റേ പല പ്ലാറ്റ്ഫോമിലും അദ്ദേഹത്തിന്റെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ പങ്കുവെക്കപ്പെടുന്നത് കാണാറുണ്ട്. അതൊക്കെ പലപ്പോഴും ശ്രദ്ധയും പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാനും ഏതാണ്ട് 2009 മുതൽ സഹകരണ മേഖലയിലെ പല ഇടങ്ങളിലും കിക്മയുടെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളും കൈകാര്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന രീതിയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സാർ പറഞ്ഞതുപോലെ നമുക്ക് ഇതൊരു ക്ലാസ് എന്നതിനേക്കാൾ അപ്പുറം നമുക്കൊരു ഇന്ററാക്ഷൻ എന്ന രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു ഇന്ററാക്ഷനിലേക്ക് സഹകരിച്ച് മുന്നോട്ട് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അറിയാം, ഇപ്പം ഒരുപാട് നമ്മളിപ്പം ഒരു കോപ്പറേറ്റീവ് ബാങ്ക് എന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മൾ ശരിക്കും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഉള്ളത്. അത് ഞാൻ എൻ്റെ പല ക്ലാസ്സിലും പറയാറുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ ഒരു കസ്റ്റമേഴ്സിന്റെ ഒരു ആവറേജ് പ്രായം എടുത്താൽ, അല്ലെ, നമ്മളിപ്പം ഒരു ആവറേജ് എന്ന രീതിയിൽ പലരുടെയും പ്രായം കണക്കാക്കിയാൽ 50 വയസ്സിന് മുകളിലായിരിക്കും, അല്ലെ സാറേ?
തീർച്ചയായിട്ടും. അല്ല, ഒരു ആവറേജ് 50 വയസ്സിന് മുകളിലായിരിക്കും അല്ലെ? എനിക്ക് കുറച്ച് ആളുകളെ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് കവറേജിന്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ആണ് ഞാൻ 2 ഡിവൈസിൽ നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ ചില സാങ്കേതിക പ്രയാസങ്ങളുണ്ട് ക്ലാസ് ഓൺലൈനെ കൈകാര്യം ചെയ്യുന്നിടത്ത് എനിക്കിപ്പോൾ ഇവിടെ അതിൻ്റെതായിട്ടുള്ള ചില പ്രയാസങ്ങൾ, പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം എൻ്റെ ലാപ്ടോപ്പിന്റെ മൈക്ക് പെട്ടെന്ന് എന്തോ കംപ്ലൈന്റ് ആയിട്ട് അത് വർക്ക് ആവുന്നില്ല. അപ്പം ശബ്ദത്തിന് വേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ ഫോണും, വീഡിയോയ്ക്കും ശബ്ദത്തിന് വേണ്ടി മൊബൈൽ ഫോണും, അതുപോലെ ഇവിടെ പ്രസന്റേഷന് വേണ്ടിയിട്ട് ലാപ്ടോപ്പും ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഉള്ളത്. അപ്പൊ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു സ്ക്രീനിൽ നിന്നും നിങ്ങളുടെ വിഷ്വൽ കാണുന്നത് മറ്റൊരു സ്ക്രീനിൽ നിന്നുമാണ്. അപ്പോ കാരണം വേറെ വഴിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഇത് ലാപ്ടോപ്പിന്റെ മൈക്ക് പെട്ടെന്ന് കംപ്ലൈന്റ് ആയതാണ്. അപ്പോൾ ഞാൻ കുറച്ചു നേരമായിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷെ അത് ആവുന്നില്ല. എന്താണെന്ന് അറിയില്ല, മൈക്കിന് എന്തോ സാങ്കേതിക തകരാറാണ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നമ്മൾ ചിന്തിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മേഖലയിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് നമ്മുടെ ഇന്നത്തെ കസ്റ്റമേഴ്സിന്റെ ഒരു ഭൂരിപക്ഷം. ഈ 50 വയസ്സായ ആളുകൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള ബാങ്കിങ് ഇടപാടുകളിൽ നിന്ന് പിന്മാറാൻ പോവാണ്. പല കാരണങ്ങൾ അല്ലേ, നമുക്കറിയാം, പലർക്കും അറിയാം. ഇപ്പം നിങ്ങളുടെ തന്നെ സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. പലരും വലിയ നിക്ഷേപങ്ങൾ പിൻവലിച്ച് അല്ലെ പിന്മാറുന്നതായിട്ടുള്ള കാഴ്ചകൾ അല്ലെ. ഇപ്പം മകനെ വിദേശ പഠനത്തിന് അയക്കണം അല്ലെ, നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാവാം അല്ലെ സഹീഷ് സാറേ അല്ലെ? അപ്പോ പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. അപ്പോ ഇവിടെ ആ ഒരു തലത്തില് നമ്മള് അല്ലെങ്കിൽ എന്താ പറയാ, മകളുടെ കല്യാണമായി അല്ലെ അജയ് സാറേ അല്ലെ, അങ്ങനെ നമ്മളിങ്ങനെ കാണുകയാണ് അല്ലെ, മകളുടെ കല്യാണം ആയതുകൊണ്ട് ഇട്ട 40 ഞാൻ പിൻവലിക്കുകയാണ്, അല്ലെ മറ്റെന്തെങ്കിലും രോഗങ്ങളുടെ പേരിൽ പണം പിൻവലിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒരു ബഹുഭൂരിപക്ഷവും വരുന്ന ഒരു 5-6 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മുഴുവൻ ഇടപാടുകളിൽ നിന്നും പിന്മാറാൻ വേണ്ടി പോവുകയാണ്. അവിടെയാണ് ഞാൻ കാണുന്ന വലിയൊരു പ്രതിസന്ധി. ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഹകരണ സ്ഥാപനങ്ങളിൽ ക്ലാസ് എടുക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. അതായത് വരുന്ന കുറച്ച് വർഷം ഇന്ന് ലാഭകരമായി പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളും, എന്നാൽ അതിനെ മറികടന്നു പോകുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിനെ മറികടന്നു പോകുന്ന ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഒരു ബഹുഭൂരിപക്ഷം സ്ഥാപനങ്ങളുടെയും സ്ഥിതി ഇതാണ് എന്നുള്ളത്. ഒരു 5-6 വർഷം കഴിയുമ്പോൾ ബഹുഭൂരിപക്ഷം കസ്റ്റമേഴ്സും ഇടപാടുകളിൽ നിന്ന് പിന്മാറി വലിയ നഷ്ടത്തിലേക്ക് പോകുന്ന സാധ്യതകളിലേക്ക് വരാൻ പോകുന്ന ഒരവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. നമുക്ക് ന്യൂ ജനറേഷൻ കസ്റ്റമേഴ്സിനെ എങ്ങനെ അട്രാക്ട് ചെയ്യാം, അവരെ റീറ്റെയിൻ ചെയ്യാം എന്നുള്ളത് ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്. അരുൺ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ടോപ്പിക് തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കാൻ കാരണം ഇത് വലിയൊരു ചർച്ചയ്ക്ക് ഇതുകൊണ്ട് തുടക്കം കുറിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ന്യൂ ജനറേഷൻ കസ്റ്റമേഴ്സ് അവരെ നമുക്കിന്ന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതിനകത്ത് അവരുടെ കസ്റ്റമേഴ്സിന്റെ പുതിയ തലമുറ നമുക്കറിയാം, അവർ വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യുക, വളരെ പെട്ടെന്ന് കാര്യം നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പിന്നെ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള കൃത്യമായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട്. അങ്ങനെ അതൊക്കെ നോക്കിയിട്ടാണ് അവർ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് നമ്മളിപ്പം ശരിക്കും ഒരു ഓൺലൈൻ ഇടങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തു പോകാം. കഴിഞ്ഞ അരുൺ സാറൊക്കെ ഉണ്ടായിരുന്ന ക്ലാസ്സിലൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമം നടത്തിയിരുന്നു, നമ്മുടെ മൊബൈൽ ഫോണൊക്കെ വെച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഒരു തലമുറ. ഈ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെ ആ വരുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് അവരുടെ ആവശ്യങ്ങൾ സാധിക്കും വിധത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിന് ഒരുപാട് മെത്തേഡുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും, ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അല്ലെ അരുൺ സാറേ, കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞത് നമ്മളിപ്പോഴും പലപ്പോഴും ഒരു 10-40 വർഷങ്ങൾക്ക് പിറകിലാണ് പല കാര്യങ്ങളിലും. നമ്മൾ ഇപ്പം എന്താ പറയുക, അത് ഗൂഗിൾ പേ ഇല്ലാത്തത് കൊണ്ട് മാത്രം എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഗൂഗിൾ പേ എന്നതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. ഈ പലപ്പോഴും ന്യൂ ജനറേഷൻ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതിന്
ന്യൂ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ എന്താ പറയുക അത്തരത്തിലുള്ള കാര്യങ്ങളോ മാത്രമാണ് ഒരു വിഷയമെന്ന് ഞാൻ കരുതുന്നില്ല. മറ്റൊരുപാട് കാര്യങ്ങൾ കൂടി അതിന്റെ ഭാഗമായിട്ട് കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ നമ്മൾ ഇപ്പോഴും ഒരു 40 വർഷം പിറകിലാണ് എന്ന് ഞാൻ പറയാൻ കാരണം 1992 SMS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് മുമ്പിൽ അവൈലബിൾ ആയി പറയുന്നത് 1992. ഇന്ന് ഇപ്പം 33 വർഷം കഴിഞ്ഞു SMS എന്ന് പറയുന്ന സൗകര്യം നമ്മുടെ മുമ്പിൽ വന്നിട്ട്. ഈ ഒരു SMS നമ്മളിപ്പം പലപ്പോഴും ഗോൾഡ് ലോൺ ഡ്യൂ ആയി കഴിഞ്ഞാൽ SMS അയക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ഒരു ബാങ്കിങ് ഇടപാടുകൾ മുടക്കം വന്നാൽ ഇത് ഉപയോഗിക്കുന്നതല്ലാതെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റില് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവല്ലേ. ഇപ്പൊ എക്സാമ്പിൾ ഒരു വിഷസ് അയക്കുന്നതിന് ഓണത്തിനോ അല്ലെങ്കിൽ പെരുന്നാളിനോ ക്രിസ്മസിനോ എന്തിനേറെ നമ്മുടെ എ ക്ലാസ് മെമ്പർമാരായിട്ടുള്ള പലരുടെയും ബർത്ത്ഡേക്കെങ്കിലും അവർക്കൊരു വിഷസ് അയച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ വളരെ അപൂർവം ചില സ്ഥാപനങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അല്ലെ. നിങ്ങളും ചിന്തിച്ചു നോക്കാം. 33 വർഷത്തിലേറെയായ ഒരു ടൂളാണ് SMS എന്ന് പറയുന്നത്. അത് നമ്മൾ ഇത്ര കാലമായിട്ട് നമ്മുടെ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇത് പലപ്പോഴും നമ്മുടെ അല്ലെ അജയ് സാറേ, അല്ലെ സതീഷ് സാറേ, അല്ലെ വിൻസെന്റ് സാറേ, അല്ലെ അല്ലെ ഇത് വലിയൊരു പ്രശ്നമല്ലേ അല്ലെ. നമ്മൾ ഇത്രയും കാലമായ ഒരു ടൂളിനെ ഉപയോഗിക്കാതെ പുതിയ തലമുറ വരുന്നില്ല എന്ന് പറയുന്നിടത്ത് അത് നമ്മുടെ തന്നെ ഒരു വിഷയമായി കണ്ടുകൊണ്ട് തന്നെ അതിനെ ചർച്ച ചെയ്യേണ്ടതില്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈസിയായി നമുക്ക് എന്ത് ചെയ്യാം, ഈ പുതിയ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ അത്തരം ടൂളുകൾ തീരെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇത് ഒറ്റത്തവണ സെറ്റ് ചെയ്ത് പലപ്പോഴും നമ്മുടെ കയ്യിൽ SMS എഞ്ചിൻ ഉണ്ട്. അതിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പേരും മറ്റു കാര്യങ്ങളും വെച്ച് ഒറ്റത്തവണ സെറ്റ് ചെയ്താൽ ഇത് കാലങ്ങളായി ആ രീതിയിൽ അവരുടെ ബർത്ത്ഡേക്കും മറ്റു കാര്യങ്ങൾക്കും മെസ്സേജ് പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം ഈ നമ്മുടെ ആ പുതിയ തലമുറ കസ്റ്റമേഴ്സിനെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബന്ധങ്ങൾ നിലനിർത്തപ്പെടുക എന്ന് പറയുന്നത് അത് ഈ കാലം മാറുന്നതിനനുസരിച്ച് വലിയ ചേഞ്ചസ് അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-30 വർഷങ്ങൾക്ക് പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു ന്യൂ ഇയർ കാർഡ് അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളോളം അവരെ ഓർക്കും അല്ലെ. ഒരു ന്യൂ ഇയർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ന്യൂ ഇയർ കാർഡ് അയച്ചയാള് എന്ന് പറഞ്ഞാൽ നമ്മളത് ഷോക്കേസിലൊക്കെ ന്യൂ ഇയർ കാർഡ് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് അല്ലെ എപ്പോഴും നമ്മളവരെ ഇങ്ങനെ ഓർക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അല്ലെ. ശരിയല്ലേ, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും അല്ലെ. ഇപ്പോൾ ആരെങ്കിലും അല്ലെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പ്രതികരിക്കണം കേട്ടോ. ഇപ്പൊ ആരെങ്കിലും ന്യൂ ഇയർ കാർഡോ ക്രിസ്മസ് കാർഡോ ഒക്കെ അയക്കുന്ന ശീലങ്ങളിൽ എത്ര പേർ നമ്മുടെ കൂടെയുണ്ട് അല്ലെ? നിങ്ങൾ ആരെങ്കിലും അത് ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ച് അല്ലെ. നമ്മുടെ ഇത്രയും കൂടെയുള്ള ആളുകളിൽ എത്ര പേർ ന്യൂ ഇയർ കാർഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നവരായിട്ടുണ്ട് എന്ന് അല്ലെ? ആരും ആ കാര്യങ്ങൾ ചെയ്യുന്നില്ല അല്ലെ. ഇല്ല ഉണ്ടോ? നമ്മളത് വിട്ടു. ഇനി അത് മാത്രമല്ല, ഒരു 92-കൾക്ക് ശേഷം പിന്നീട് ബന്ധങ്ങൾ നിലനിർത്തപ്പെടാൻ നമ്മൾ ഉപയോഗിച്ചൊരു സാധനം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന SMS ആണ് അല്ലെ. എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസിൽ നമ്മളൊരു SMS മെസ്സേജ് അയക്കുന്നു. ആ ഷോർട്ട് സർവീസ് മെസ്സേജസ് അത് ഒരുപാട് ആ ഒരു കാലത്ത് ബന്ധങ്ങൾ ഒരു 2010 വരെയൊക്കെ ശരിക്കും SMS-കൾ വളരെ പ്രധാനമായിരുന്നു. എന്നാൽ അതിനുശേഷം വാട്സപ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്ക് എന്തായി, അതിന്റെ ഒരു തലം മാറി. ഈ SMS എന്നതിൽ നിന്ന് വാട്സപ്പിലേക്ക് കാര്യങ്ങൾ മാറി. പിന്നെ വാട്സപ്പിലൊക്കെ സംഭവിക്കുന്നതിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ്. വാട്സപ്പ് ബിസിനസ് ടൂളുകൾ വാട്സപ്പിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു അല്ലെ. ഇപ്പം നമ്മുടെ ശരിക്കും ബാങ്കിങ് ഇടപാടുകൾക്കൊക്കെ വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്ന ഒരു സാധനം പുതിയ തലമുറ കസ്റ്റമേഴ്സിനെ അട്രാക്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഫുൾ ഡേ തന്നെ ഒരു ട്രെയിനിങ് അറേഞ്ച് ചെയ്യാവുന്ന ഒരു വിഷയമാവും. എങ്ങനെ നമ്മുടെ ബാങ്ക് ഇടപാടുകൾക്ക് വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്ന ആ ടൂൾ ഉപയോഗിക്കാം അല്ലെ. ഒരു ദിവസം നമുക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിൽ അത് ഒരു ചെലവില്ലാത്ത കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. SMS നമുക്ക് കാര്യമായിട്ട് ഒരു ചെലവും വരുന്നതല്ല. വാട്സപ്പ് മെസ്സേജ് അയക്കുക ഒരു ചെലവും വരുന്നതല്ല. നമ്മൾ വലിയ എക്സ്പെൻസ് വരുന്ന കാര്യങ്ങളല്ല ഇന്നത്തെ കാലത്ത് കസ്റ്റമേഴ്സിനെ കണക്റ്റഡ് ആയിരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് അല്ലെ. ഇപ്പം ആ വാട്സപ്പ് ബിസിനസ്സിലെ ടൂളുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോ ജനറേറ്റഡ് മെസ്സേജുകൾ പോകുന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും അല്ലെ. നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ചാറ്റുകൾക്ക് മെസ്സേജുകൾക്ക് ഉടനടി മറുപടി കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് വാട്സപ്പ് ബിസിനസ്സിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോ എപ്പോഴും ലൈവായിരിക്കുന്നിരിക്കുക. ഇപ്പൊ പുതിയ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നതാണ് നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി നമുക്കൊരു റെസ്പോൺസ് കിട്ടണം അല്ലെ. നമ്മുടെ അടുത്തുനിന്ന് അങ്ങനെ ഉണ്ടാവാറില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അവർ നമ്മളിൽ നിന്ന് അകന്നു പോവുക തന്നെ ചെയ്യും. അത്തരത്തിൽ കാര്യങ്ങൾ കിട്ടുന്നിടത്തേക്ക് അവർ പോകും കണ്ടോ. അപ്പം
ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പം ഇന്ന് ഡെയിലി കണക്റ്റഡ് ആവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. നമ്മളൊക്കെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കി. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന കാര്യം നമ്മളെ സ്റ്റാറ്റസ് നോക്കുക എന്നുള്ളതാണ്, അല്ലെ? ശരിയല്ലേ? അല്ലെ? ഇന്നത്തെ സ്റ്റാറ്റസ് നോക്കുക, സ്റ്റാറ്റസ് ഷെയർ ചെയ്യുക, അല്ലെ? നമ്മൾ രാവിലെ ഇന്നത്തെ ആദ്യത്തെ കാര്യം ഇതാണ്. പണ്ട് നമ്മൾ എഴുന്നേറ്റ് ആദ്യം പല്ല് തേക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് അതുപോലെ ആദ്യം ഇന്നത്തെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാന്നാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഡെയിലി കണക്റ്റഡ് ആയില്ലെങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ ഇടപെടൽ നടക്കുന്ന ഇടങ്ങളിൽ നമ്മൾ മറന്നു പോകും. ഡെയിലി കണക്റ്റഡ് ആയില്ലെങ്കിൽ എല്ലാ ദിവസവും കസ്റ്റമേഴ്സിനെ ഓർമ്മിപ്പിക്കാൻ കഴിയും വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു പുതിയ തലമുറയ്ക്ക്, അല്ലെ? അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് വഴികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് ഈ വാല്യൂ ആൻഡ് സ്പീഡ്. ഇപ്പം ഈ എനിക്ക് രസകരമായി തോന്നുന്ന ചില അനുഭവങ്ങളുണ്ട്. നിങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് ഷെയർ ചെയ്യണം. ഇപ്പം നിങ്ങൾ നമ്മുടെ വരുന്ന പുതിയ കസ്റ്റമർ, ആ പുതിയ കസ്റ്റമർക്ക് പഴയ പോലെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറും പേനയിട്ട് കൈക്കൊടുക്കും. പേപ്പറും അല്ലെ ഒരു ഫോം ഫില്ല് ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോം ഏൽപ്പിച്ചു. ഈ പുതുതലമുറ കസ്റ്റമേഴ്സിൽ അത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു വരുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ഫോമും പേനയും പിടിച്ച് അവർ ആശങ്കയോടെ നിൽക്കുന്ന നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലേ? അല്ലെ? ശരിയല്ലേ? ഒരു ഫോം ഫില്ല് ചെയ്യാൻ അവർ ഏബിൾ അല്ല, അല്ലെ? നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും അത് ശരിയായി, അല്ലെ? ചിന്തിച്ചിട്ടുണ്ടോ അത്, അല്ലെ? എപ്പോഴെങ്കിലും, അല്ലെ? ഒന്ന് പ്രതികരിച്ച ആരെങ്കിലും ഒക്കെ ശരിയാണോ ഞാൻ ഈ പറഞ്ഞത്? അല്ലെ? ഒരുപാട്, അല്ലെ? അർച്ചനമോ, അല്ലെ? ഒരുപാട് ക്വാളിഫൈഡ്, അല്ലെ? സംഗീഷ് സാറേ, അല്ലെ? ഷകീഷ് സാറേ, അല്ലെ? അജിത് സാറേ, പലപ്പോഴും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു ഇവിടെ സംഭവിച്ച നമ്മൾ ഒരു അവരെ ഒരു കുറച്ചാണ് കേട്ടോ, അല്ലെ? ഒരു ഫോം ഫില്ല് ചെയ്യാൻ പോലും അറിയില്ലേ പുതിയ തലമുറയ്ക്ക്? ഇത് നമ്മുടെ കുഴപ്പാട്ടോ. ഈ പുതിയ തലമുറയുടെ കയ്യില് ഈ കടലാസും പേനയും എടുത്തു കൊടുത്ത നമ്മുടെ കുഴപ്പാ കേട്ടോ. അവർക്ക് ഈ പേനയും പേപ്പറും ഒക്കെ അവർ ദൂരെ കളഞ്ഞിട്ട് കാലങ്ങൾ കഴിഞ്ഞു എന്ന് നമ്മൾ അറിയുന്നില്ല കേട്ടോ. അതേ സമയം നമ്മൾ പറയുക ഇതാ ഒരു ഗൂഗിൾ ഫോം അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് അത് ഫില്ല് ചെയ്ത് തിരിച്ചയക്കുമെന്ന് പറഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ സാധനം തിരിച്ചു വരും, അല്ലെ? അവര് ജനിച്ചു വീണ ഡിജിറ്റൽ ലോകത്ത് അവർ കാര്യങ്ങൾ ചെയ്തെടുത്ത് പേനയും പേപ്പറും അവർ ഉപേക്ഷിച്ചു, അല്ലെ? നമ്മൾ ഇപ്പോഴും പഴയ പേനയും പേപ്പറും കൊടുത്ത്, അല്ലെ? ശരിയല്ലേ? എന്തോ കെ പി സാർ എന്തോ പറയുന്നുണ്ട് KP എന്ന ഡിവൈസിൽ നിന്ന്. സാർ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നുണ്ടോ? അല്ലെ? അപ്പോ ഇവിടെ മാറേണ്ടത് നമ്മളാണ്. നമ്മൾ ഈ പഴയ പേനയും പേപ്പറും കൊടുത്ത് ഈ പുതിയ തലമുറയെ ആ പഴയ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നിടത്ത് അവരിനി ഒരിക്കലും അങ്ങോട്ടേക്ക് വരില്ല, അല്ലെ? അപ്പം ഇത്തരത്തിൽ ഡിജിറ്റൽ ഫോർമാറ്റുകളിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അത് ഓരോ സ്ഥാപനങ്ങളും മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പം എന്താ സ്പീഡായിട്ട്, അല്ലെ? അവർക്ക് കാര്യങ്ങൾ സ്പീഡായി നടക്കണം. ഒരുപക്ഷെ അവർ ബാങ്കിലേക്ക് വരും മുമ്പ് തന്നെ, നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരും മുമ്പ് തന്നെ, ഞാൻ പലപ്പോഴും എന്റെ ക്ലാസ്സിൽ പറയാറുണ്ട്, അരുൺ സാറൊക്കെ കഴിഞ്ഞ ദിവസം കേട്ടതായിരിക്കും ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ പുതിയ ബ്രാഞ്ചുകളെ കുറിച്ച് ചിന്തിക്കുന്നു, പുതിയ ബ്രാഞ്ചുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നില്ലേ ബ്രാഞ്ചുകളെ കുറിച്ചൊക്കെ, അല്ലെ? നമ്മൾ ബ്രാഞ്ച് സ്ഥാപനത്തിന് വളർച്ച എന്ന് പറയുന്നത് ബ്രാഞ്ചുകൾ വളരുന്നതാണ്, ബ്രാഞ്ചുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്, അല്ലെ? ശരിയല്ലേ? ആണെങ്കിൽ അല്ലെ അരുൺ സാറേ? അതെ സാറേ, അതെ അതെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇതിനൊരു ദേഷ്യം തോന്നരുത്. നമ്മളിന്ന് തുറന്നു വെച്ച പല ബ്രാഞ്ചുകളും ഒരു 4-5 വർഷത്തിനുള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വരും. അതിന്റെ കാരണം വാക്കിൻ കസ്റ്റമേഴ്സിനെ വളരെ കുറയുന്ന ഒരു കാലത്തേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങൾ തന്നെ ഒരു 10-20 വർഷം സർവീസുള്ള ആളുകൾ ഇതിനകത്തുണ്ടെങ്കിൽ അറിയാം, ഒരു 10 വർഷം മുൻപ് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വന്ന അത്രയും വാക്കിൻ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഉണ്ടോ? നിങ്ങളൊന്ന് വാലിച്ച് ആരെങ്കിലും 20 വർഷം സർവീസുള്ള ആരൊക്കെയുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ? 20 വർഷമെങ്കിലും സർവീസ് ഉള്ളവർ ഉണ്ട് സാർ, അല്ലെ സുരേഷ് സാറേ? അതെ അതെ, ഓക്കെ. മഞ്ജു മാം, അജയ് സാറേ, ഒരു 20 വർഷം മുൻപ് നമ്മുടെ സ്ഥാപനങ്ങളിലുള്ളത് പോലെ അത്രയും വാക്കിൻ കസ്റ്റമേഴ്സ് ഇപ്പോ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, സത്യമാണ്. 50% പോലും ഇല്ല. അതാണ് കണ്ടോ, ഇതിപ്പോഴും നമ്മൾ ചെയ്യാത്ത വാക്കിൻ കസ്റ്റമേഴ്സിന്റെ നമ്മുടെ സ്ഥാപനത്തിന് മാത്രമല്ല, മൊത്തത്തില് ബാങ്കുകളിലേക്ക് ആളുകൾ വരുന്നത് കുറവാണ്. ബാങ്കുകളിൽ ഇപ്പൊ ആള് പോകണ്ടല്ലോ. ഇത് നമ്മൾ എന്ത് ഇതുവരെ മനസ്സിലാക്കാത്തേ? നമ്മൾ ഇപ്പോഴും പഴയ രീതിയിൽ ഇരിക്കുക.
അല്ലെ? അതുകൊണ്ട് പുതിയ തലമുറ കസ്റ്റമേഴ്സിന് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ എന്താ വേണ്ടെന്നറിയോ? ബ്രാഞ്ചുകൾ ഇനി ആവശ്യമില്ല. ബ്രാഞ്ചുകളല്ല വേണ്ടത്. നിങ്ങൾ ബ്രാഞ്ചുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എന്ത് ഉപയോഗിക്കുന്നറിയോ? കസ്റ്റമർ സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയാ. അല്ലെ? ഓരോ സ്ഥാപനങ്ങളും അവരുടേതായിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കണം. ആ കസ്റ്റമർ സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് മാറണം കേട്ടോ. ഇപ്പം നമ്മുടെ ബാങ്കുകളിൽ ആകെ വരുന്ന വാക്ക് ഇൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഗോൾഡ് ലോണാണ്, അല്ലെ? ഗോൾഡ് ലോണാ അത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ പരിഹാസത്തോടെ പഴയ തലമുറയെ കാണുന്ന ഒരു കാര്യമാണ് ഈ ഗോൾഡ് ആഭരണങ്ങൾ എന്ന രീതിയിൽ വാങ്ങുന്ന ഒരു തലമുറയോട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പുച്ഛമാണ്, വിഡ്ഢിത്താണ്. ആഭരണങ്ങൾ എന്ന രീതിയിൽ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, അങ്ങനെ കാണരുത്, അല്ലെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തർക്കമുണ്ടേ പറയട്ടോ. ആഭരണങ്ങൾ എന്ന രീതിയിൽ വാങ്ങിയാൽ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അത് കോയിനുകളായി ഇൻവെസ്റ്റ് ചെയ്തോ, ഇനി അല്ലെങ്കിൽ ബോണ്ടുകളായി ഇൻവെസ്റ്റ് ചെയ്തോ. ഗോൾഡ് ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പൊ തന്നെ നമുക്ക് 85,000 രൂപ ഒരു പവന് വിലയുണ്ട്, അല്ലെ? 85,000 രൂപ ഒരു പവന് വിലയുണ്ട്. ഒരു പവന്റെ ഒരു മാല വാങ്ങണമെങ്കിൽ ഇപ്പൊ ഞാൻ മിനിമം നല്ലൊരു മോഡൽ മാലയാണെങ്കിൽ 10-20% പണിക്കൂലി എന്ന രീതിയിൽ കണക്കാക്കുമ്പോൾ എന്റെ സാറേ, അല്ലെ, 85,000 രൂപ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 17,000 രൂപ പണിക്കൂലി കൂടി വരുന്നു, അല്ലെ? ഒരു 20% പണിക്കൂലിയുടെ മോഡലാണെങ്കിൽ, അല്ലെ സുരേഷ് സാറേ? ഒരു കുഴപ്പമുണ്ട്, എളുപ്പം ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സാധനം ഗോൾഡാണ്. നമുക്ക് ഞാനിതിലേക്കാ വരുന്നത്. ആഭരണങ്ങൾ എന്ന രീതിയിൽ എന്തിനു വാങ്ങണം? ആഭരണങ്ങൾ എന്ന രീതിയിൽ എന്തിനു വാങ്ങണം? അത് ശരി. ഈ പണിക്കൂലി എന്ന് പറയുന്ന ഒരു സാധനം സാറേ, ഞാനത് സുരേഷ് സാറേ പറയുന്നേ. ഇപ്പം നിങ്ങൾ ഒരു പവന്റെ ഗോൾഡ് ഇന്ന് വാങ്ങി, ഇപ്പൊ 85,000 രൂപ വിലയുണ്ടല്ലോ ഒരു പവന്. ഒരു മോശമല്ലാത്ത ഒരു മാല, ഒരു മോഡൽ വാങ്ങണമെങ്കിൽ 20% പണിക്കൂലി എങ്കിലും ആവും, അല്ലെ? അങ്ങനെ വന്നാൽ 17,000 രൂപ പണിക്കൂലി കൂടി ആഡ് ചെയ്യപ്പെട്ട് കഴിയുമ്പോ ഏതാണ്ട് 1,05,000 രൂപയ്ക്ക് മുകളില് നിങ്ങൾ ഇന്ന്, അല്ല, GST മറ്റു കാര്യങ്ങളും എല്ലാം കൂടി ചേർത്ത് 1,10,000 രൂപയോളം ഒരു പവൻ ഗോൾഡിന് നിങ്ങൾ കൊടുക്കണം, അല്ലേ? എന്നാൽ 1,10,000 രൂപയുടെ ഗോൾഡാണ് നിങ്ങൾ വാങ്ങിയതെങ്കിലോ? സാറേ, ഇപ്പൊ ഓർണമെന്റ്സ് ആരും വാങ്ങുന്നില്ല, അമ്മാതിരി വില കൂടുതൽ. എന്റെ സാറേ, അത് നിർത്തണം എന്ന് ഞാൻ പറയും. ഓർണമെന്റ്സിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു കുഴപ്പമില്ല. ഗോൾഡ് എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായ നിക്ഷേപമാണ്. പക്ഷെ ഇനിയെങ്കിലും നമ്മുടെ പുതിയ തലമുറ, നീ കേട്ടിരിക്കുന്ന ഓരോ ആളുകളും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഗോൾഡിലാണ്, യാതൊരു സംശയമില്ല. ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. സുരേഷ് സാറൊക്കെ പറഞ്ഞ പോലെ പണമാക്കി മാറ്റാൻ വളരെ എളുപ്പമാണ് ഗോൾഡ്. പക്ഷെ അത് ഗോൾഡ് കോയിനുകളായിട്ടും അല്ലെങ്കിൽ ബോണ്ടുകളായിട്ടും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയണം. ഗോൾഡ് ബോണ്ടുകൾ, നമുക്ക് ഡിജിറ്റൽ ബോണ്ടുകളൊക്കെ തന്നെ ഇനിയും കാലങ്ങൾ ഇനി വരാൻ പോവാ. ഡിജിറ്റൽ ബോണ്ടുകൾ, ഈ ഡിജിറ്റൽ ബോണ്ടുകൾ എന്താണെന്നറിയോ? നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നും പണയം വെക്കാം. വിനോദൻ സാറേ, ഈ വീട്ടില് പെണ്ണുങ്ങൾ ഇല്ലാണ്ടിരിക്കണം, ആഭരണം വാങ്ങാതിരിക്കണം, ഗോൾഡ് കോയിനായിട്ട് വാങ്ങണം. പുതിയ തലമുറ മാറി സാറേ, പുതിയ തലമുറ മാറി. നമ്മൾ ഈ പഴയ തലമുറയെ പോലെ ഒരുപാട് ആഭരണങ്ങൾ ധരിച്ചു നടക്കാൻ പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല സാറേ. നിങ്ങൾ നോക്കിക്കോ, പുതിയ കുട്ടികൾ അവർ പലപ്പോഴും ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള വളരെ കുറഞ്ഞ രീതിയിലുള്ള ആഭരണങ്ങൾ, പലരും ഫാൻസി ഉപയോഗിക്കുന്നവരാ. ഫാൻസി കാരണം എന്താ? അതിന് വേറൊരു ഗുണമുണ്ട്, ഓരോ തവണയും മാറി മാറി വാങ്ങാം, മാറി മാറി ഉപയോഗിക്കാം, അല്ലെ? ഒരു ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാല് നമ്മള് വിനോദ് സാർ, ഞാൻ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ 1,10,000 രൂപയുടെ ഒരു ഗോൾഡ് വാങ്ങി അടുത്ത വർഷം ഇനി 1,00,000 രൂപ വിലയുണ്ടെന്നിരിക്കട്ടെ, വിൽക്കാൻ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നഷ്ടല്ലേ സംഭവിക്കുന്നത്, അല്ലേ മഞ്ജു മാഡം? 2% പണിക്കുറവ്. 1,10,000 കൊടുത്ത് വാങ്ങിയ സാധനം നമ്മൾ കൊടുക്കും, നമുക്ക് കിട്ടുക 8 ഗ്രാം കൊടുത്താൽ 8 ഗ്രാം നമ്മളെ വിൽക്കാൻ ചെന്നാൽ മിനിമം 1.5 ഗ്രാമെങ്കിലും കുറയ്ക്കും. അതാണ്. അല്ല, 2% ഒന്നും വാങ്ങുന്നോ വിൽക്കുന്നോ നഷ്ടമാണ്. നമ്മൾ കയ്യിലിരിക്കുമ്പോ ഒരു ധൈര്യമാണ്, അത്രേ ഉള്ളൂ. പണം വെച്ചാൽ മാത്രമേ അതിനെക്കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയ തലമുറയില് ആളുകൾ കുറച്ചുകൂടി ചിന്തിച്ചു തുടങ്ങുമ്പോ ആഭരണം എന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ലാഭം പണിക്കൂലി ഇല്ലാത്ത ഗോൾഡ് കോയിനുകളിലും അതുപോലെ തന്നെ ബോണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പുതിയ തലമുറ പഠിക്കും. ഈ സാറ് പറഞ്ഞ വളരെ ശരിയാണ്. പുതിയ ന്യൂജൻ കുട്ടികൾക്ക് ആർക്കും ആഭരണങ്ങളായിട്ട് വേണ്ട. അവരിതേ രീതിയിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ മാറി ചിന്തിച്ചിട്ടുണ്ട്. അല്ല, ഇത് നമ്മളെ മനസ്സിലാക്കാൻ വൈകുന്നത് കേട്ടോ. അത് മനസ്സിലാക്കാത്ത സഹകരണ ബാങ്കുകൾ മാത്രമേ ഉള്ളൂ. SBI ഒക്കെ ഗോൾഡ് ബോണ്ടുകളും അവര് ഗോൾഡ് കോയിൻസും ഒക്കെ വാങ്ങുന്നതിനുള്ള ഫെസിലിറ്റീസ് അവര് കൊടുക്കുന്നുണ്ടല്ലോ, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്. തീർച്ചയായിട്ടും
അല്ല, അതിന് വേറെ ഗുണമുണ്ട്. ഈ ബോണ്ടുകൾക്ക് ഒരു ഗുണമുണ്ടെന്നേ. അത് ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ബോണ്ടുകളുടെ സൗകര്യം എന്ന് പറയുന്ന ലോകത്ത് ഏത് ബോണ്ടിരുന്നും എനിക്കിത് വേണമെങ്കിൽ ക്യാഷാക്കി മാറ്റാം, പണയം വെക്കാം. പണയം വെക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് വിറ്റ് ക്യാഷാക്കി മാറ്റാം. അപ്പൊ അതിനെനിക്ക് ഒരു സ്ഥാപനത്തേക്ക് പോകേണ്ട ആവശ്യമില്ലാതെ വരികയാണ്. മനസ്സിലായില്ലേ? അപ്പോ ഈ ബ്രാഞ്ചുകൾ എന്നതിനപ്പുറം ഡിജിറ്റലായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകൾ ഇനിയുള്ള കാലത്ത് വികസിക്കണ്ടേ? അല്ലെ? എവിടെ ഇരുന്നും നമുക്ക് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഈ ലോകത്ത്, അല്ലെ, പുതിയ തലമുറയെ നമ്മൾ ഇങ്ങോട്ട് വരണം നിങ്ങൾ ഇവിടെ കയറണം എന്ന് പറഞ്ഞാൽ അവർ വരൂല്ല. നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണം നോക്കി, നമ്മുടെ നാടൻ കടകൾ അടച്ചുകൊണ്ടിരിക്കുക. നാട്ടുംപുറങ്ങളിലെ നിങ്ങൾ നോക്കുന്ന നിങ്ങളുടെ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും പുതുതലമുറ പലചരക്ക് കടയോ മറ്റു സാധനങ്ങളോ തുടങ്ങാൻ റെഡിയാണ്. ഇന്നും ഈ പലചരക്കടയും മറ്റും തുറന്നു വെച്ചിരിക്കുന്ന ഒരു 60 വയസ്സിൽ താഴെ പ്രായമുള്ള ആരെങ്കിലും ഏതെങ്കിലും ഗ്രാമപ്രദേശത്ത് ഒരു പലചരക്കട തുറന്നു വെച്ചിരിപ്പുണ്ട്? ഇവരുടെ കാലം കഴിയുമ്പോൾ ഈ സാധനം ഇല്ല. പുതിയ തലമുറയോ തുറന്നിരിക്കൂല. അന്നും നമ്മൾ അരിയും വാങ്ങും, പച്ചക്കറിയും വാങ്ങും. ഇല്ലേ? എവിടുന്ന് വാങ്ങും? ബിഗ് ബാസ്ക്കറ്റ് നിന്ന് വാങ്ങും, അല്ലെ? റിലയൻസിന്റെ ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങും, അല്ലെ? റിലയൻസ് ഫ്രഷ്, അല്ലെ? മത്സ്യം അടക്കമുള്ള സാധനങ്ങൾ, ഫ്രഷ് ഹോം അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് മത്സ്യവും ഇറച്ചിയും അടക്കമുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതും ചുമന്ന് ഞാനെന്തിനാ സാറേ കടയിൽ പോയിട്ട് വാങ്ങി ഇതും തലയിൽ ചുമന്ന് വീട്ടിൽ കൊണ്ടുവരേണ്ട കാര്യം എന്താ? അല്ലെ? ആ പലചരക്ക് കടകൾ പോലും ഇല്ലാണ്ടാവാൻ പോവാ. അല്ലെ? ഒരു 10-20 വർഷത്തിനപ്പുറം ഇപ്പൊ സാറേ ഇപ്പൊ ഒരു ചെറുപ്പക്കാര ഈവൻ ഒരു 10-40 വയസ്സുള്ള ഒരാളൊരു ഷോപ്പ് ഈ പറഞ്ഞ പലചരക്ക് കടയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണറി സ്റ്റോറോ ഒക്കെ നടത്തുകയാണെങ്കിൽ പോലും അവരും മൊബൈൽ ഷോപ്പ് പോലെയാണ് വർത്തിക്കുന്നത് ഗ്രാമങ്ങളിലാണെങ്കിൽ പോലും. തീർച്ചയായിട്ടും. അല്ല, സൂപ്പർ മാർക്കറ്റുകളുടെ ഗ്രീഡിലേക്ക് മാറി ഡോർ ടു ഡോർ ഡെലിവറി അടക്കം കൊടുത്തുകൊണ്ട് മൊബൈൽ ആപ്പുകൾ അടക്കം ഇപ്പം എന്റെ പരിചയത്തിൽ ഉള്ള പല സൂപ്പർ മാർക്കറ്റുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ പർച്ചേസിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഡോർ ടു ഡോർ ഡെലിവറിക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതെ. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ, എന്റെ വീടിന്റെ അടുത്ത് ചെറിയൊരു കടയുണ്ട്. ആ പയ്യനൊരു 40-42 വയസ്സേ ഉള്ളൂ. അവൻ ഡോർ ടു ഡെലിവറിയിലേക്ക് മാറി വളരെ പെട്ടെന്ന്. ആദ്യം ചെറുതായി സ്റ്റാർട്ട് ചെയ്ത കടയാണ്. അപ്പൊ അവര് പോലും അതേ രീതി മാറി. പക്ഷെ കോപ്പറേറ്റീവ് സെക്ടർ മാത്രം ഒന്നും മാറിയിട്ടില്ല, തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുക. അത് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു 40 വർഷം പിറകില. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം എന്താ അറിയോ? ഗൂഗിൾ പേ ഇല്ലാത്ത മൊത്തം പ്രശ്നം, അല്ലെ? ഗൂഗിൾ പേ ഉണ്ട്, ഒന്നും വരില്ല കേട്ടോ. ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഇന്നും പുതിയ തലമുറ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ഗൂഗിൾ പേ ഇല്ലാത്തതല്ല പ്രശ്നം താനും, അല്ലെ? അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പറയും. ഇനി ഗൂഗിൾ പേ എന്ന് പറയുന്ന സൗകര്യം നമ്മൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നമുക്കത് പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ബാങ്കുകളല്ല, അല്ലെ? ബാങ്കല്ല. ഗൂഗിൾ പേ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് വഴിയുണ്ട്. എന്തുകൊണ്ട് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലേക്ക് പോകാൻ നമ്മൾ റെഡി ആവണം, അല്ലെ? ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഞാൻ കുറച്ചു കാലങ്ങൾ, അല്ലെ? ശരിയല്ലേ? അല്ലെ? അല്ലെ അജയ് സാറേ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു തോന്നുന്നു. ഇല്ല, അല്ലെ? ഗൂഗിൾ പേ അടക്കമുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ ചില പ്രൈവറ്റ് ബാങ്കിന്റെ ഒക്കെ ഫെസിലിറ്റിയോട് കൂടി ചില സ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എങ്കിലും നമ്മളൊരു ബാങ്കല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് പറ്റാത്തൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ പറ്റുന്ന കുറേ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന നമ്മൾക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ്. അപ്പം കണ്ടില്ലേ, വളരെ സ്പീഡായിട്ട് ഒരു കസ്റ്റമറുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന തലത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയേണ്ടതുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പം ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ്, അതുപോലെ പുതിയ ആശയങ്ങൾ, പുതിയ തലമുറയ്ക്ക് വേണ്ട കാര്യങ്ങൾ, അത് അവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെ? ഈ സഹകരണ മേഖലയിൽ നമ്മൾ നടത്തേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ അറിയോ? ന്യൂ ജനറേഷൻ മീറ്റപ്പുകൾ സംഘടിപ്പിക്കപ്പെട്ട നിങ്ങളുടെ ഓരോ സ്ഥാപനങ്ങളോടും ചേർന്ന് ആ നാട്ടിലെ ഏറ്റവും ഊർജ്ജസ്വലരായ യുവാക്കളെ ചേർത്തിരുന്നു കൊണ്ട് ആ ന്യൂ ജനറേഷൻ തലമുറയുടെ മീറ്റപ്പുകൾ സംഘടിപ്പിക്കണം. ചോദിക്കണവരോട് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, അല്ലെ? ഏത് തരത്തിലുള്ള സർവീസാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതൊരു ബ്രെയിൻ സ്റ്റോമിങ് നടക്കട്ടെ. ആ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ നിന്ന് അവരിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന എടുക്കണം. ഒരുപാട് ആശയങ്ങൾ വരും, അല്ലെ? എല്ലാം നടപ്പിലാക്കാൻ കഴിയുന്നതല്ല, അല്ലെ? പക്ഷേ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ആശയങ്ങൾ എടുത്തിട്ട് അതിനെ ഒരു ടൈം ബൗണ്ടറി ഒക്കെ ഇട്ട് ഇത്ര കാലത്തിനുള്ളിൽ നടപ്പിലാക്കാൻ കഴിയും എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അത് ഓരോ സംഘങ്ങളും ആ സംഘങ്ങളുടെ പരിധിയിലുള്ള ഏറ്റവും ഊർജ്ജസ്വലരായ പുതിയ വിദ്യാസമ്പന്നരായ മിടുക്കരായ തലമുറയെ വിളിച്ച് എന്തേ ഒരു മീറ്റപ്പ് സംഘടിപ്പിക്കാത്തത്? നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ഇതുവരെ ചോദിച്ചോ? അല്ലെ? ആ പ്രദേശത്തെ സഹകരണ സംഘങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടേ, ഞങ്ങളിലും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചോ പുതിയ തലമുറയോട്?
അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവരിങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളല്ലേ ശരിക്കും വിട്ടികൾ, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റണം, പുതിയ തലമുറയെ വിളിച്ചിരുത്തി ചോദിക്കാൻ പറ്റണം, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെ? അത് അത്തരത്തിൽ അപ്പോ ഇന്നോവേറ്റീവായിട്ട് കുറെ ആശയങ്ങൾ വരും. എന്താ സംസാരിക്കുന്നുണ്ടോ? അല്ലെ? ശരിയല്ലേ? അല്ലെ? അപ്പൊ ഈ സഹകരണ സാറേ ഒരു മിനിറ്റ്. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ PSCS എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോന്ന് പോലും പുതിയ തലമുറ അറിയുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഇത് അറിയിക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. അതെ, അത് ശരി, അത് ശരി, സമ്മതിച്ചു. അതെ, നമ്മുടെ പോരായ്മയാണ് അവരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഹലോ സാർ, മൈക്ക് ഓഫ് ആണ്. ഹലോ സാർ, മൈക്ക് ഓഫ് ആണോ? സാറിന്റെ കട്ടായിട്ടുണ്ട്. സാർ തിരിച്ചു കയറിക്കോളെ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ, കേൾക്കാം. ഹലോ, കേൾക്കാം സാർ, കേൾക്കാം. നെറ്റ്വർക്ക് കട്ടായി പോയി. ഓക്കെ, അപ്പോ പ്രിയപ്പെട്ടവരെ കണ്ടില്ലേ, ഇവിടെ ഇത് മഞ്ജുമാം ഇത് അറിയിക്കേണ്ട ഉത്തരവാദിത്തം. ഇങ്ങനെ നമ്മുടെ ഇവിടെ നാട്ടിൽ ഈ സ്ഥാപനം നിലനിൽക്കേണ്ടതുണ്ട് എന്നുള്ളത് അറിയിക്കേണ്ടത്, അത് അവരിലേക്ക് എത്തിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം? നമ്മുടെ പോരായ്മ തന്നെയാണത്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടുമ്പോൾ ഇപ്പം സോഷ്യൽ മീഡിയ, നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനമാണ്. ഇപ്പം മഞ്ജുമാം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്കുന്നവരാണ്. സോഷ്യൽ മീഡിയ, ഈ സോഷ്യൽ മീഡിയയുടെ സൗകര്യങ്ങൾ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ഇപ്പൊ പുതുതലമുറ, ഈ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ തന്നെ അവരേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമാണ്, അല്ലെ? ഇൻസ്റ്റയിലാണ് പുതിയ തലമുറയൊക്കെ ഉള്ളത്. നമ്മുടെ എത്ര സംഘങ്ങൾ ഇൻസ്റ്റാ പേജുകളിൽ നമ്മുടെ പോസ്റ്റുകളും മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാ, ഇന്നിപ്പോ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോ ആളുകളും ചില സംഘങ്ങളിലേക്ക് ചുമതലയുള്ള ആളുകളാണ്, അല്ലെ? നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നാളെ തിരിച്ച് ബാങ്കിലേക്ക് എത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇൻസ്റ്റാ പേജ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെ? അവിടെ ഒരു ബുദ്ധിമുട്ട് ഇതിനകത്തില്ല. നിങ്ങളുടെ ബാങ്കിലെ ഒരു സ്റ്റാഫിന് 10 പേര് സ്റ്റാഫ് ഉണ്ടെങ്കിൽ, അല്ല 2 പേരുണ്ടെങ്കിൽ, ഈ 2-ൽ-1 ഈ പ്ലാറ്റ്ഫോം നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളാണ്, അല്ലെ? ശരിയല്ലേ? അവരെ സുരേഷ് സാറേ പറഞ്ഞത്. അതെ, താങ്ക് യു സുരേഷ് സാറേ, താങ്ക് യു സുരേഷ് സാർ. ഉണ്ടോ ഇവിടെ, അല്ലെ? ആ ഇൻസ്റ്റാ ഇനി ഇത് ഉപയോഗിക്കാൻ ഒരു പണിയില്ലെന്നുള്ളതാ, ഒരു പണിയില്ല. ഇത് പണ്ടൊക്കെ നമ്മൾ പോസ്റ്റർ ചെയ്യാനൊക്കെ വലിയ കഷ്ടപ്പാടാ. പക്ഷെ ഇന്ന് ഇതിനൊന്നും ഒരു ഡിജിറ്റൽ ഒരു ടെക്നോളജിയും അറിയുന്ന ആള് വേണ്ട, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗ്രാഫിക് ഡിസൈനറുടെയും ആവശ്യമില്ല, അല്ലെ? ഇന്ന് ഇതൊക്കെ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്യാന്ന് പറയുന്ന വളരെ നിസ്സാരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്, വളരെ നിസ്സാരമായിട്ട്. കേട്ടോ, ഇപ്പൊ അരുൺ സാറൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ടൂളുകളല്ലേ, ആ വീഡിയോ ഒക്കെ ചെയ്യുന്ന കണ്ടില്ലേ അരുൺ സാറ്, അല്ലെ? അതൊക്കെ AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, അല്ലെ? നമുക്ക് ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യാൻ, പോസ്റ്ററുകൾ ചെയ്യാൻ ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കം ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ക്ലാസ്സിനിടയ്ക്ക്, അല്ലെ അരുൺ സാറേ, നമ്മൾ ക്ലാസ്സിനിടയ്ക്ക് ജെമിനി വെച്ചുകൊണ്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്തു, ലോഗോ ഡിസൈൻ ചെയ്തു, അല്ലെ അരുൺ സാറേ? അല്ലെ? അത് ഒരു 10 സെക്കൻഡില് ക്ലാസ് കഴിഞ്ഞിറങ്ങിയ പലരും നല്ല ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ട് ഇറങ്ങിപ്പോയി, അല്ലെ? അപ്പൊ അത് ഇന്ന് അത്ര എളുപ്പം. ക്യാൻവ പോലുള്ള ടൂളുകളുണ്ട്, അല്ലെ? അപ്പൊ ഇങ്ങനെ, അല്ലെങ്കിൽ MS ഡിസൈനർ പോലുള്ള ടൂളുകളുണ്ട്. ഈ ടൂളുകളൊക്കെ പുതിയ തലമുറയ്ക്ക് വളരെ ഫെമിലിയറാണ്. അപ്പൊ നമ്മുടെ ബാങ്കിൽ 2 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 2-ൽ-1 ഈ സോഷ്യൽ മീഡിയയിലും ഇത്തരം കാര്യങ്ങളിലും ഒക്കെ നല്ല എക്സ്പെർട്ടാ. അവരെ ചുമതലയേൽപ്പിക്കും, അല്ലെ? നാളെ എല്ലാ ദിവസവും, അല്ലെ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഒന്ന് മോണിറ്റർ ചെയ്യണം, അല്ലെ? അതിനകത്തൊരു എന്താ പറയാ, അവര് സ്വന്തമായിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അനുവദിക്കരുത്, കേട്ടോ? അതിനകത്തൊരു മോണിറ്ററിംഗ് ഉണ്ടാവണം. അത് ഡയറക്ടർ ബോർഡിന് ഇത്തരം കാര്യങ്ങൾ ധാരണയുള്ള ചില ആളുകളെ ഉൾപ്പെടുത്തി, സെക്രട്ടറിയും മറ്റാളുകളും ഉൾപ്പെട്ട്, ബ്രാഞ്ച് മാനേജർ അടക്കമുള്ള ആളുകൾ ഒരു മോണിറ്റർ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയാണ് പോസ്റ്റ് ചെയ്തത്, അല്ലെ? പക്ഷേ ഇത് വളരെ നിസ്സാരമായി നടക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസവും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുകളിൽ ഒരു പോസ്റ്റ് വരുമ്പോൾ പുതിയ തലമുറ കാണും നമ്മുടെ പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച്, നമ്മുടെ സംഘങ്ങളെ കുറിച്ച്. മഞ്ജു മാഡം, പുതിയ തലമുറ വീട്ടിൽ ഇരുന്നു കൊണ്ട് അറിയും, നിരന്തരം അവർ കാണും, അല്ലെ? നിരന്തരം അവർ കാണും, കേട്ടോ?
അതെ അങ്ങനെ ആ രീതിയിൽ അവർ കാര്യങ്ങൾ അറിയുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു സ്ഥാപനം ലൈവായി നമ്മുടെ നാട്ടിലുണ്ട് എന്ന് അറിയുമ്പോൾ അവർ നാളെ എവിടേക്ക് വരാൻ ബാധ്യസ്ഥരാവും. അവർ വരും കേട്ടോ. അപ്പൊ ഇവരെ സാർ അറിയിക്കേണ്ട സാർ ഉത്തരവാദിത്വം നമ്മളതാണ്. അല്ലേ മഞ്ജു മാഡം എന്തോ പറയാനുണ്ട്? അതെ സാർ, സാർ മുമ്പ് സൂചിപ്പിച്ചിട്ട് ഗൂഗിൾ ഫോമിനെ പറ്റി പറഞ്ഞു. ആ. നമ്മളൊരു ഗൂഗിൾ ഫോം അഡോപ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുമോ? അവിടെയാണ് പ്രശ്നം. അല്ല ഇതെന്താണെന്നറിയോ, ഇത് ആ. നമ്മള് നാളെ ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം അങ്ങ് ശരിയാകുമെന്ന് വിചാരിക്കരുത്. ഇത്തരത്തിൽ ചില ചിന്തകൾ ആരംഭിക്കുന്നിടത്താണ് നാളെ ഇതൊക്കെ മാറിയേ മതിയാവും. അത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ശരി, ആരായാലും ശരി, മാറിയേ മതിയാവും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ. കാലത്തിനനുസരിച്ച് അതെ അപ്പോ ഇവിടെ എന്ത് മാറിയേ വേണം? ഈ ചിന്തകൾ നമുക്ക് ഇന്ന് ആരംഭിക്കണം. ഇന്ന് ആരംഭിച്ച് നമ്മൾ കൂട്ടത്തോടെ ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെന്റിന് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുമെന്ന് വരാതിരിക്കുന്നില്ല. അല്ലെ, ഇനി ഡിപ്പാർട്ട്മെന്റ് ചില കാര്യങ്ങൾ എന്താ പറയാ രേഖാമൂലം തന്നെ പേപ്പറിൽ തന്നെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്, 2 ഫോമിലും സൂക്ഷിക്കണം. പക്ഷെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി പുതുതലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും വേണം. അല്ലെ, ഇനിയിപ്പം നമുക്കറിയാം ഈ എന്താ പറയാ ഡിജിറ്റൽ ഫോർമാറ്റിൽ കാര്യങ്ങൾ സൂക്ഷിക്കുന്നിടത്ത് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ആരമൽ സാർ എന്തോ പറയുന്നുണ്ട്. ആരമൽ സാർ എന്തെങ്കിലും എന്തോ സാറേ, നമുക്കേ ഇപ്പൊ ഡിപ്പോസിറ്റ് പുതിയ തലമുറയിൽ നിന്നും ഞങ്ങൾ എങ്ങനെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വായ്പ പോകുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പുതുതലമുറ ബാങ്കുകളിൽ നിന്നും നമുക്ക് ഒരു സിമ്പിൾ OTPയിലാണ് 4 ലക്ഷം രൂപ വരെ കിട്ടുന്നത്. അപ്പം നമ്മള് വായ്പ പോകുന്നില്ല, പുതിയ ആൾക്കാർക്ക് വായ്പ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അല്ല ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ അരുൺ സാറേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ ആലപ്പുഴയിൽ നിന്ന് ഡിസ്കസ് ചെയ്ത കുറെ കാര്യങ്ങളാണ്. വായ്പ പോകുന്നില്ല എന്നുള്ളത് ഒരു പരിമിതിയേ അല്ല, ഒരു പ്രശ്നമായിട്ട് കാണാനുള്ള കാര്യമല്ല അരുൺ സാറേ. ഞങ്ങള് കുറെ ആളുകളായിട്ട് സംസാരിച്ചപ്പോഴേ, അപ്പം നമ്മൾ സംസാരിച്ചപ്പോ നമ്മുടെ ജാമ്യവ്യവസ്ഥ, വസ്തു വീട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോ അവര് ഞങ്ങളോട് തിരിച്ചു ചോദിക്കുക. എനിക്ക് ഫെഡറൽ ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു OTP അടിച്ചാൽ 4 ലക്ഷം അക്കൗണ്ടിൽ കയറും. അപ്പം 10 ലക്ഷം 10 ലക്ഷം രൂപയൊക്കെ അതെ 12 ലക്ഷം രൂപ 12%, 13% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ എന്തിന് ഇത്രയും കാലാവധി താമസമുള്ള, ഇത്രയും ഡിലേ ഉള്ള, വേണ്ട. അപ്പൊ നമ്മുടെ അടുത്തേക്ക് ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ചത് ഒരാള്, അപ്പൊ ഞാൻ അതെടുത്താ പോരെ, എന്തിനാ നിങ്ങളുടെ അടുത്തുനിന്ന് എടുക്കുന്നതെന്ന്. അരുൺ സാറേ, അവിടെയാണ് നമ്മൾ ഇനിയും മാറേണ്ടതായിട്ട് ഞാൻ പറയുക. നമ്മള് ഈ ലോൺ കൊടുത്ത് ലാഭകരമായി പോകാമെന്ന് ചിന്തിക്കുന്ന ആ പഴയ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് മാറി മറ്റൊരുപാട് തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭമുണ്ടാക്കാൻ കഴിയും. അതാണല്ലോ സഹകരണ സംഘത്തിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, അല്ലെ? എന്തിനേറെ സുന്ദരമായ തട്ടുകട നടത്തി ലാഭം ഉണ്ടാക്കുന്ന സംഘങ്ങൾ എനിക്കറിയാം. മനോഹരമായ രീതിയിൽ, ചെറിയ രീതിയിൽ, സൗകര്യങ്ങളിൽ വളരെ മികച്ച രീതിയിലുള്ള തട്ടുകടകൾ നടത്തി ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ എനിക്കറിയാം. ഇപ്പൊ കണ്ണൂര് വളരെ വിജയകരമായി തീർന്ന ഒരു സംവിധാനമാണ് സ്കൂഫെ എന്ന് പറയുന്നത്. സ്കൂഫെ എന്താ സംഭവം എന്നറിയോ? എല്ലാ സ്കൂളുകളിലും ഒരു ചെറിയ സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് അവിടെ കുട്ടികൾക്ക് വേണ്ട ചായയും കടികളും മറ്റു സാധനങ്ങളും വെച്ച് അവിടെ എന്താ ജില്ലാ പഞ്ചായത്താണ് ഫണ്ട് ചെയ്തത്. സ്കൂഫെ എല്ലാ സ്കൂളുകളിലേക്കും മാറി. സ്കൂൾ അധികൃതർക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ, കുട്ടികൾ ഇന്റർവെൽ ടൈമിന് പുറത്തു പോകുന്ന അടക്കം തടയാൻ വേണ്ടി പറ്റും, അല്ലെ? അപ്പൊ കണ്ടോ, അവിടെ നടക്കുന്ന കച്ചവടം ചെറുതല്ല. ഇന്നിപ്പോ ഞാനൊരു സ്കൂഫയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരുന്നയാളാ, അല്ലെ? അവിടെ തിരക്കെന്ന് പറഞ്ഞാൽ എന്തൊരു തിരക്കാന്നറിയോ? 1000 കുട്ടികൾ ഉണ്ടെങ്കിൽ ഇത്രയും. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സംഘങ്ങൾക്ക് ഇത്തരം ചില കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൂടാ, ചെയ്തുകൂടാ? അങ്ങനെ അല്ലെ, കാലത്തിനനുസരിച്ച് ഇപ്പം വൈകുന്നേരങ്ങളിൽ ഒരു കുടയൊക്കെ വെച്ചൊരു തട്ടുകടയിൽ വന്നിരുന്ന് വൈകുന്നേരം അല്ലെ ഒരു ചായ കഴിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന അല്ലേ പുതിയ തലമുറയുടെ രീതി, അല്ലെ? അത്യാവശ്യം ഇച്ചിരി അല്ലെ, അതുപോലെ ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ, പെട്രോൾ ബങ്ക് അടക്കം തുടങ്ങിയ സംഘങ്ങളില്ലേ നമ്മുടെ കൂടെ, അല്ലെ? മികച്ച രീതിയിൽ ടൂറിസം പ്രൊജക്ടുകൾ ചെയ്യുന്ന സംഘങ്ങളില്ലേ നമ്മുടെ കൂടെ. എന്തിനേറെ കേരളത്തിലെ ഏറ്റവും മികച്ച എന്താ പറയാ ഒരു 7 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടൽ അടക്കം നടത്തുന്ന, റെസ്റ്റോറന്റ് അടക്കം നടത്തുന്ന സംഘങ്ങൾ നമ്മുടെ കൂടെ ഇല്ലേ, അല്ലെ? ഏറ്റവും മികച്ച ഹോസ്പിറ്റലുകൾ നടത്തുന്ന സംഘങ്ങളില്ലേ? ഫിസിയോതെറാപ്പി യൂണിറ്റും പോളി ക്ലിനിക്കും നീതി മെഡിക്കൽ സ്റ്റോറും നടത്തുന്ന സംഘങ്ങളില്ലേ, അല്ലെ? ഇങ്ങനെ അതുകൊണ്ട് അരവിന്ദ് സാറേ, ഈ ലോൺ എന്നത് മാത്രം ഇപ്പം നാഷണലൈസ്ഡ് ബാങ്കുകൾ ചെയ്യുന്നത് പോലെ ലോൺ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പക്ഷെ നമുക്ക് പരിമിതികൾ ഉണ്ടാവാം, അല്ലെ? വിനോദൻ സാറേ, സാറിന് എന്തോ പറയാനുണ്ട്? പറയാനുള്ളത് എന്താ പറഞ്ഞാൽ, സാർ ഇപ്പൊ വൈവിധ്യവൽക്കരണത്തിനെ പറ്റിയാ പറഞ്ഞു. അതെ. അല്ല, ഞാൻ വൈവിധ്യവൽക്കരണമാണ്. ഇനി പാക്സുകൾക്കൊക്കെ ഈ ക്രെഡിറ്റ് ഫെസിലിറ്റിയിൽ നിന്ന് മാറി, ബാങ്കിൽ നിന്നുള്ള ആ വ്യവസ്ഥയിൽ നിന്ന് മാറി
നമ്മൾ വൈവിധ്യവൽക്കരണം നടത്തിയാൽ മാത്രമേ സമൂഹത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ള അതിനൊരു ഉദാഹരണം കൂടിയാണ് ഞങ്ങളൊക്കെ. ഞങ്ങളവിടെ സ്വന്തമായിട്ടൊരു കോക്കനട്ട് യൂണിറ്റ് ഉണ്ട്. അവിടുന്ന് തേങ്ങ, വെളിച്ചെണ്ണ മുതലായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ബാങ്ക് ഏറാമല സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ധാരാളം കിട്ടും. അതെ. ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഈ പ്രാവശ്യം ഞങ്ങളെ 1,10,00,000 ലാഭത്തില് കുറച്ച് റിസർവ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും 1 കോടി ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാ, പുതിയ നിയമ ഭേദഗതി അത് വൈവിധ്യവൽക്കരണം എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു, വൈവിധ്യവൽക്കരണത്തിന് കാരണം ഒരു കരുവന്നൂരിനെ വെച്ച് 65ഓളം ഭേദഗതി ഉണ്ടാക്കിയപ്പോ അത് ഈ സഹകരണ പ്രസ്ഥാനത്തിന് ശരിക്ക് വിലങ്ങുതടിയായിട്ടില്ല വരുന്നത്. സാറിപ്പം പറഞ്ഞ എന്തെങ്കിലും പ്രൊജക്ട് തുടങ്ങാൻ ഒരു സഹകരണ സംഘത്തിന് കഴിയോ? ഒരു സ്ഥലം ഒരു പ്രൊജക്ട് നടത്താൻ അല്ല, ഞാൻ ഇപ്പൊ പ്രാക്ടിക്കലി ഞങ്ങൾ ബുദ്ധിമുട്ടിയത്. ഞങ്ങളൊരു വലിയ പ്രൊജക്ട് ചെയ്തപ്പോ അതിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരുപാട് അവസ്ഥ. ഒരു ടൂറിസം പദ്ധതിക്ക് കുറച്ചെങ്കിലും സ്ഥലങ്ങളുണ്ട് സ്വന്തമായിട്ട്, അതുപോലും വാങ്ങിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ള ഈ നിയമ ഭേദഗതിക്കുണ്ടായ ഭയങ്കരമായ ദോഷവശങ്ങളാണ് ഞാൻ കാണുന്നത്. അല്ല, നമുക്കത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുന്നതാണ് സാറേ, ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലെ, നമുക്ക് ഇങ്ങനെയും ചില സാധ്യതകൾ കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഈ പ്രതിബന്ധങ്ങളില്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എല്ലാ കാര്യത്തിനും അല്ലെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും, പ്രതിബന്ധങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഞാൻ കാണുന്നു ഇതിനെയൊക്കെ മറികടന്ന് ഇപ്പോൾ സിനിമാ നിർമ്മാണ മേഖലയിലേക്കടക്കം കടന്ന സംഘങ്ങൾ, അതുപോലെ മൾട്ടിപ്ലക്സുകൾ വളരെ വിജയകരമായി നടപ്പിലാക്കുന്ന സംഘങ്ങൾ, ഇങ്ങനെയൊക്കെ വരുമ്പോ അതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. പ്രതിബന്ധങ്ങളുണ്ട്, ഏത് കാര്യങ്ങൾ ഇറങ്ങി തിരിച്ചാലും പ്രതിബന്ധങ്ങളുണ്ട്. ആ പ്രതിബന്ധങ്ങളെ മറികടന്നു പോകാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായും കഴിയുന്നത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് കണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്, രമൺ സാർ പറഞ്ഞപ്പോൾ മാത്രം ഞാൻ ഇത് കൂട്ടിച്ചേർത്തതാണ് അല്ലെ. അപ്പൊ പുതിയ തലമുറ കസ്റ്റമേഴ്സിനെ നമ്മൾ ഡെയിലി കണക്റ്റഡ് ആയിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, വളരെ സ്പീഡായി അല്ലെ. നമ്മള് എന്താ പറയാ, ഒട്ടും വെയിറ്റ് ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല, എവിടെയും വെയിറ്റ് ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. ജോസഫ് സാറേ. സംശയം സാറെ, കേരള സഹകരണ മേഖലയില് ഇതിനു വേണ്ടി ഒരു പ്രത്യേക ബിങ്ങിനെ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇത് ആ ബിങ് ഇതിന് ഒരു പഠനം നടത്തി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ താഴെ തട്ടിലേക്ക് എത്തിക്കാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ, ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സഹകരണ മേഖല ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി ഒരു വിങ്ങുണ്ട്. അത് നമ്മുടെ ഓഡിറ്റ് നടത്താൻ വേണ്ടി ഓഡിറ്റ് വിങ്ങാണ്. ഈ സ്ഥാപനത്തിലെ പുതിയ മെത്തേഡുകളൊക്കെയും പഠിപ്പിക്കാനും, അതുപോലെ തന്നെ ഈ സ്ഥാപനം എങ്ങനെയാണ് നഷ്ടത്തിലോടുന്ന പഠിക്കാനും, ആ നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും, പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരാനും സംസ്ഥാന തലത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിങ് സ്ഥാപിക്കാൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും അത് ഇതിനകത്ത് സഹകരണ മേഖലയിൽ ബന്ധപ്പെട്ട് എല്ലാവരും ഉണ്ട്. സാറിന്റെ ചോദ്യം ഒരു കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കാരണം ആ ചോദ്യത്തിന് ഒരു മറുപടി പറയാൻ ഞാൻ പ്രാപ്തനല്ല. പക്ഷെ മികച്ചൊരു സജഷനാണ് സാറ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഇതിനകത്ത് സഹകരണ മേഖലയിലുള്ള വിവിധ തലങ്ങളിലുള്ള ആളുകളുണ്ട്, അവര് അതിനകത്ത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സഹകരണ മേഖലയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല, ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, കൗൺസിലറാണ്, സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. പക്ഷേ ഏതാണ്ട് കേറിയപ്പോ താമസിച്ചു പോയി സാർ, ഏത് മേഖല നിൽക്കുന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സോറി. അപ്പൊ അതുകൊണ്ട് ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, കൗൺസിലർ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ന്യൂ ജനറേഷൻ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം വളരെ പ്രസക്തമാണ്, അത് മറ്റുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം ഡിസ്കസ് ചെയ്യപ്പെട്ടു പോകേണ്ട കാര്യങ്ങളാണ്. കാരണം ഇത്തരം ചില ചർച്ചകളാണ് പലപ്പോഴും മോഡേണൈസേഷൻ, പുതിയ കാലഘട്ടത്തിലേക്കുള്ള അല്ലെ ഒരു തിരിച്ചറിവിലേക്കൊക്കെ നമ്മൾ എത്തുന്നതൊക്കെ ഈ ചർച്ചകളിലൂടെ തന്നെയാണ് അല്ലെ. അതുപോലെ ഇന്ന് പുതിയ തലമുറ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം 24/7 അവൈലബിലിറ്റിയാണ്. 24 മണിക്കൂറും അവർക്ക് ആക്സസിബിൾ ആയിരിക്കണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മള് ചില ബാങ്കുകളൊക്കെ 24/7 എന്ന രീതിയിൽ പ്രവർത്തിച്ച കാരശ്ശേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് റൂറൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് 24 മണിക്കൂർ
സർവീസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. കാരശ്ശേരിയിലൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് രാത്രിയിലെ ബ്രാഞ്ച് വളരെ ലാഭകരമായിരുന്നു, നഷ്ടമല്ലായിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. അല്ലെ, കാരണം എന്താ 24 മണിക്കൂറും ലൈവ്. നമ്മൾ ഈ പണ്ടത്തെ ഒരു തലമുറ, ഇപ്പം ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ചെറിയിടങ്ങളിൽ നിങ്ങൾ ചെന്നാൽ കാണാം, ഈ നൈറ്റ് ലൈഫ് വല്ലാതെ ആസ്വദിക്കുന്ന ഒരു തലമുറയാണ്. കാസർഗോഡ് അല്ലേ, ശരിയല്ലേ അല്ലേ ഫ്രാൻസിത്താറെ? നൈറ്റ് ലൈഫ് വല്ലാതെ ആസ്വദിക്കുന്ന തലമുറ. അപ്പോ ആ ഇപ്പം കാസർഗോഡ് ഒരു ഗ്രാമപ്രദേശത്ത് ഞാൻ ചെന്നപ്പോൾ വൈകിട്ട് രാവിലെ ഞാൻ ചെല്ലുമ്പോൾ കടകളൊക്കെ അടഞ്ഞു കിടക്കുക. ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ ഉള്ളൊരു പ്രദേശമാണ്. വൈകുന്നേരം 4:30-5 മണി കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അതൊക്കെ ഷട്ടറുകളൊക്കെ തുറന്ന് ഹോട്ടലുകളൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങുന്നു. ഞാൻ ചോദിച്ചു ഇതെന്താ രാവിലെ തുറക്കാത്ത? ഇപ്പൊ വൈകുന്നേരം അന്നേരം പറയുക ഇനി 2 മണി 3 മണി വരെ ഇവിടെ പകലാണ്, ഫുൾ ടൈം ലൈവ് ആണ്. അല്ലെ, നിങ്ങൾ ബോംബെയോ അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളിൽ നോക്കി നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ആളുകൾ അതുപോലെ എൻജോയ് ചെയ്യാം. അപ്പോ അത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ അല്ലെ, മുമ്പ് ഇപ്പൊ കോവിഡിന് ശേഷം നമുക്ക് ഈ ബാങ്കുകളിലൊന്നും ആ സൗകര്യങ്ങൾ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കോവിഡിന് ശേഷം സഹകരണ വകുപ്പ് അതിനുള്ള അനുമതി കൊടുത്തില്ലെന്ന് മോത്തി സാറേ എന്ത് പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ മോത്തി സാർ? മോത്തി എന്ന് പറയുന്ന ഡിവൈസിൽ നിന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ സാർ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ കണ്ടില്ലേ, അപ്പൊ ഇത് ആ 24x7 എന്ന രീതിയിൽ നമുക്ക് 2 തരത്തിൽ, ഒന്ന് ഓൺലൈൻ ഇടങ്ങളിൽ അവർക്ക് 24 hours നമുക്ക് ആക്സസ് കിട്ടുന്ന രീതിയിലേക്ക് മാറണം. പിന്നെ ഉള്ള ഇടങ്ങളിൽ ചില ഇടങ്ങളിലൊക്കെ തന്നെ 24 hours സർവീസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറാൻ പറ്റണം അല്ലെ? കാരണം അങ്ങനെ മാറുകയാണ്. ഇപ്പൊ നമ്മുടെ ഈ IT മേഖല, എന്തിനേറെ കോയമ്പത്തൂരും തിരുപ്പൂരും അടക്കമുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ 24 മണിക്കൂറും ഫാക്ടറികൾ വർക്ക് ചെയ്യുകയാണ്. 24 മണിക്കൂറും പലയിടങ്ങളും അല്ലെ വളരെ ലൈവായി കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ 24 hours ബാങ്കിങ് എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് ഗുണകരമായിരിക്കും അല്ലെ? പിന്നെ എന്താ പറയുക, സഹകരണ മേഖലയിൽ വളരെ കുറച്ചിടങ്ങൾ മാത്രമാണ് ഈ CDM പോലെയുള്ള മെഷീൻസ് ഉള്ളത്. CDM അല്ലെ, കാരശ്ശേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് ഒരു CDM ഉണ്ട്. CDM അല്ല, CRM ആണ് അവർ ഉപയോഗിക്കുന്നത് അല്ലെ, ക്യാഷ് റീസൈക്ലിംഗ് മെഷീൻ. അതായത് അതിൽ തന്നെ ATM ആയിട്ടും CDM ആയിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മെഷീൻ അവർ ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയാം അല്ലെ? അപ്പൊ ഇങ്ങനെ വളരെ മികച്ച രീതിയിലുള്ള അല്ലെ ഒരു നേരിട്ട് ഒരു കസ്റ്റമറോട് സംസാരിക്കാതെ അല്ലെങ്കിൽ എന്താ പറയുക ഒരാളോട് സംസാരിക്കാതെ ഇടപാടുകൾ നടത്താൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകൾ പോലും നമ്മൾ വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു അല്ലെ? ഇതൊക്കെ നാളെ രാവിലെ ചെയ്യണമെന്നല്ല പറയുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ചിന്തകൾ വന്നാൽ മാത്രമേ ഇന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന നാളത്തെ ലോകം എന്ന് പറയുന്നത് അല്ലെ? അപ്പം നാളത്തെ കാലത്തെ വേണ്ടിയുള്ള ചില ചിന്തകൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ സ്ഥാപനങ്ങളിൽ രാത്രിയിൽ ഒരാൾ വരുന്നു, അയാളുടെ കുറച്ച് പൈസയുണ്ട്, അത് ഡിപ്പോസിറ്റ് ചെയ്യാൻ സൗകര്യം ഇവിടെ ഉണ്ട് എങ്കിൽ അയാൾ നമ്മുടെ ബാങ്കിൽ അത് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോകില്ലേ അല്ലെ? ഈ പണം വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കേണ്ട, ഇത് ബാങ്കിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഡിപ്പോസിറ്റ് ഇട്ട് പോകില്ലേ? അപ്പം CDMകളും CRMകളും, CRM എന്ന് പറഞ്ഞാൽ ക്യാഷ് റീസൈക്ലിംഗ് മെഷീൻ, അത് തന്നെ ATM ആയിട്ടും CDM ആയിട്ടും രണ്ടായിട്ട് ഉപയോഗിക്കാം അല്ലെ? അത്തരത്തിലുള്ള ഫെസിലിറ്റികളാണ് ഇന്ന് പലയിടങ്ങളിലും ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് എനിക്ക് തോന്നുന്നു കാരശ്ശേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് അല്ലെ? അപ്പൊ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തലത്തിലേക്ക്, അപ്പൊ 24 മണിക്കൂറും സർവീസ് കൊടുക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട്, മാറിയേ മതിയാവും. പിന്നെ ഡിജിറ്റൽ എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലെ? ഇതിനകത്ത് ഡിജിറ്റൽ എക്സ്പീരിയൻസ് പറയുമ്പോൾ പുതിയറ്റം AI ടൂളുകളടക്കം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങൾ അത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഈ പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ്, ഇത് പുതിയ തലമുറയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് കേട്ടോ. ഈ പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ് ഇത് നമ്മളിപ്പം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവർ, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ അല്ലെ, നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. വിനോദ് സാറേ, ജോസഫ് സാറേ, അരമൽ സാറേ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. ഈ നിങ്ങൾ എപ്പോഴും ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ കയറുമ്പോൾ അതിന്റെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടതെന്തോ അതേ നിങ്ങൾക്ക് അവർ തരൂ. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തൊരു പരസ്യമല്ലാതെ, ഇപ്പം ഞാൻ ഓൺലൈൻ ഇടങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ മിക്കവാറും പുസ്തകങ്ങളാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഇതെന്റെ വീടാണ് കേട്ടോ, ഞാൻ ഇരിക്കുന്ന എന്റെ വീട്ടിലാണ്, ലൈബ്രറിയിലല്ല, എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു 4000-ഓളം പുസ്തകങ്ങളുടെ കുഞ്ഞു ലൈബ്രറിയുടെ നടുക്കാനിരിക്കുന്നത്. ഇതെന്റെ വീട്ടിലെ ലൈബ്രറിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഇടങ്ങളിൽ സെർച്ച് ചെയ്യുന്ന സാധനം ബുക്സാണ്
അല്ലെ, ധാരാളം വായിക്കണമെന്നും അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ ഓൺലൈൻ ഇടങ്ങളിൽ കയറുമ്പോൾ, അല്ലെ അർച്ചനാമം, അല്ലെ അരുൺ സാറേ, ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഓൺലൈൻ ഇടങ്ങളിൽ കയറുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ ഏറ്റവും കൂടുതൽ എനിക്ക് റെക്കമെൻഡേഷൻസ് വരിക പുസ്തകങ്ങളാണ്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ സ്ത്രീകൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ഫാൻസി ആഭരണങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ കോസ്റ്റ്യൂംസിനെ കുറിച്ച്, ഡ്രസ് മെറ്റീരിയൽസിനെ കുറിച്ച്, അല്ലെ, നിങ്ങൾ ഓരോ ആളുകളും കയറുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് തരാൻ കഴിയുന്നു അവർക്കൊക്കെ. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ചില ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ മറ്റാപ്പുകളെ കൂടി നിരീക്ഷിച്ചുകൊണ്ട്, ഇത് സംഭവിക്കുന്ന കാര്യമാട്ടോ, ഇത് അല്ലെ, ആ ആപ്പിലൊക്കെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് അവർക്ക് എന്താണ് ആവശ്യമെന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കി അവർക്ക് ആഗ്രഹിക്കുന്ന, അവർക്ക് എന്താ വേണ്ടത് അതങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതാണ് പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ. അവർക്ക് അയക്കുന്ന പരസ്യങ്ങളിൽ, അവർക്ക് അയക്കുന്ന മെസ്സേജുകളിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യത്തെ പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ വേണ്ടി കഴിയും. ഒരാള് അല്ലെ, നമ്മളിപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള സാധനങ്ങൾ 24 hours നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം അതാണ്. ഡാറ്റ അനാലിസിസ് എന്നൊക്കെ പറയുന്നത് ഇന്ന് ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പോയി, അല്ലെ. നമ്മുടെ ഈ മൊബൈൽ ഫോണിന്റെ ക്യാമറ 24 hours ആരൊക്കെ ഉപയോഗിക്കുക, മൈക്രോഫോൺ 24 hours ആരൊക്കെ ഉപയോഗിക്കുക, അല്ലെ, ശരിയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ മൈക്രോഫോൺ ആരൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെ ആരോ സാറേ? ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ ഡൗൺലോഡ് വെച്ചിട്ട് ഫോൺ എടുത്ത് വെച്ചിട്ടേ നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതോ സാധനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോൾ നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട സാധനങ്ങളുടെ പരസ്യങ്ങൾ വരും. ശരിയല്ലേ? അല്ലെ? അപ്പോ അല്ലെ വിനമം, അല്ലെ ഇതാണ്. അപ്പോ കണ്ടില്ലേ നമ്മള് ഈ അല്ലെ ഒരാളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു പ്രയാസമില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനൊന്നും വലിയ എക്സ്പെൻസ് ഉള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ്. നമ്മൾ ചില മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ആഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഒരു ആപ്പ് നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ മറ്റാപ്പുകളുടെ പ്രവർത്തനങ്ങൾ കൂടി നിരീക്ഷിച്ചുകൊണ്ട് അത് വർക്ക് ചെയ്യുന്നത്, അല്ലെ. ഇത് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പിൽ അതിന് വളരെ അത്യാവശ്യമാണ്. ഡാറ്റ അനാലിസിസ്, അല്ലെ, ഈ ഡാറ്റകളെ വിശകലനം ചെയ്യുക എന്നതാണ് ഇന്ന് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്. ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് സ്ക്രോൾ ചെയ്യുമ്പോൾ പോലും മറ്റേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യാം, അല്ലെ. എന്റെ ഇഷ്ടങ്ങൾ ഞാൻ അല്ലെ ആ സ്ക്രീനിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ എനിക്ക് ഇഷ്ടമുള്ള ഒരു വിഷയമാകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് അല്ലെ ഒരല്പനേരം നിൽക്കും. ഇനി മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് തിരിച്ചു വലിച്ച ശേഷം ഞാൻ ആ മെസ്സേജ് നോക്കി, ആ വോളിയം നോക്കിയ ശേഷം എനിക്കത് ഇഷ്ടമായെങ്കിൽ ഞാനത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്നതിന്റെ വേഗത കൂടും, ഇഷ്ടമല്ലെങ്കിൽ അത് തോണ്ടുന്നതിന്റെ വേഗത കൂടും, അല്ലെ. ഇഷ്ടമായെങ്കിൽ പതുക്കെ അതിനെ മൂവ് ചെയ്യുമ്പോൾ, ഇഷ്ടമല്ലെങ്കിൽ ഞാനത് കുറച്ച് വേഗതയിൽ മൂവ് ചെയ്യും. ആ വേഗം കൊണ്ട് മനസ്സിലാക്കുക അയാൾക്കത് ഇഷ്ടമായില്ല, ഇനി അതിനെക്കുറിച്ച് അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ. ഇതാണ് പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ്. ഇതൊക്കെ ഭാവിയിൽ നമ്മുടെ സംഘങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. നമ്മുടെ ബാങ്കിന്റെ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെ ആപ്പിലെ ഇത്തരത്തിലുള്ള ഫെസിലിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയണം, അല്ലെ. അപ്പൊ ഇതാണ് ശരിക്കും അത് അവരുടെ അനുഭവത്തോടെ നമ്മളിതെല്ലാം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴേ, അല്ലെ, നമ്മൾ മൊബൈലിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ, അല്ലെ, ഇതൊക്കെ പെർമിഷനോട് കൂടി മാത്രം ഉപയോഗിക്കപ്പെടും. നമ്മൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് പെർമിഷൻസ് ഗ്രാന്റ് ചെയ്യാറില്ലേ, അല്ലെ. നമ്മൾ മൊബൈലിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് ഒരുപാട് പെർമിഷൻസ് ഗ്രാന്റ് ചെയ്യാറില്ലേ, അല്ലെ. മൈക്രോഫോൺ ഉപയോഗിച്ചോളൂ, ക്യാമറ ഞങ്ങൾ ഉപയോഗിച്ചോളൂ, അല്ലെ. ബോഡി സെൻസേഴ്സ് ഞങ്ങൾ ഉപയോഗിക്കും, ഓക്കെ നിങ്ങൾ ഉപയോഗിച്ചോളൂ, അല്ലെ. കോണ്ടാക്ട്സ് ഒക്കെ ഞങ്ങൾ എടുക്കും, ഓക്കെ നിങ്ങൾ എടുത്തോളൂ. ഇതെല്ലാം പെർമിഷൻ നമ്മൾ ഗ്രാന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പെർമിഷൻ ഗ്രാന്റ് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അത് എടുക്കുന്നത് പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ് വേണ്ടിയിട്ടാണ്, അല്ലെ. ഇനി ഒമ്നി ചാനൽ സപ്പോർട്ട്, അതായത് ബഹു തലത്തിലുള്ള സപ്പോർട്ട് തലമുറ ആഗ്രഹിക്കുന്നു. അവർക്ക് ലൈവ് ചാറ്റ് ഫെസിലിറ്റി വേണം, ലൈവ് ചാറ്റ് ഫെസിലിറ്റീസ്. നമ്മൾ നാളെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ലൈവ് ചാറ്റ്, അതിനകത്ത് AI സൗകര്യം ഉപയോഗിക്കാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൗകര്യം ഉപയോഗിക്കാം. അപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ചില ടൂളുകൾ കണ്ടില്ലേ, നമ്മുടെ ഒരു പാഠഭാഗത്തെ PDF അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ PDF അപ്ലോഡ് ചെയ്ത് കൊടുത്ത് AI ടൂളിനോട് ചോദിക്കുകയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, ആ PDF നിന്നുള്ള കാര്യങ്ങൾ എടുത്ത് അതിന്റെ ഉത്തരം ഉണ്ടാക്കിയിട്ട് അത് പറയും. അതാണ്. അപ്പൊ നമ്മുടെ ബൈലോയോ
നമ്മുടെ മറ്റു മെറ്റീരിയൽസോ നമ്മുടെ സംഘവുമായി ബന്ധപ്പെട്ട രേഖകളോ മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ലൈവ് ചാറ്റിൽ അതിൽ നിന്നുള്ള ഡാറ്റ എടുത്ത് മാത്രം ഉത്തരം പറയാൻ കഴിയുന്ന ടൂളുകൾ ഉണ്ടെന്ന് അല്ലെ? നിങ്ങൾ പലപ്പോഴും നമ്മുടെ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിന്റെ ലൈവ് ചാറ്റുകൾ കയറിയാൽ നിങ്ങൾ കാണുന്നത് അല്ലെ? ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ അവർ തരുന്നു അല്ലെ? അപ്പൊ ലൈവ് ചാറ്റ് അത് അവർ ആഗ്രഹിക്കുകയാണ് പുതുതലമുറ, അതൊന്ന് കൊടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ വീഡിയോ ട്യൂട്ടോറിയൽസ് അല്ലെ? ഒരു കാര്യം ഉണ്ടെങ്കിൽ അല്ലെ, നമുക്ക് ധാരാളം നമ്മുടെ സംഘവുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെ, ഒരാൾ ഏറ്റവും കൂടുതൽ തുടർച്ചയായി ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ വെച്ചുകൊണ്ട് വീഡിയോ ട്യൂട്ടോറിയൽസ് ചെയ്തിരുന്നു അല്ലെ? ഇപ്പം നമ്മള് ജോസഫ് സാറേ, ഞാൻ സാറിനോട് സംശയം ചോദിച്ചു, സാർ എനിക്കൊരു മറുപടി പറഞ്ഞു, ഞാനത് കേട്ടു, ഓക്കെ കേട്ടു, മനസ്സിലായി. പക്ഷേ സാറ് ചെയ്ത മറ്റൊരു കാര്യമാണ്, സാറ് ചോദിച്ച മറുപടിയുടെ ഉത്തരം, ചോദ്യത്തിന് ഉത്തരം ഈ വീഡിയോയിലുണ്ട്, സാർ ഈ വീഡിയോ ഒന്ന് കണ്ടു എന്ന് പറഞ്ഞൊരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്യും. ഈ ഷെയർ ചെയ്യപ്പെട്ട വീഡിയോ ആണോ സാറ് വാക്കാൽ പറഞ്ഞ വാക്കാണോ, ഏതാ കൂടുതൽ ആധികാരികമായിട്ട് നിശ്ചയില്ല അല്ലേ? ആർക്കും പറയാട്ടോ മറുപടി. ഞാൻ ചോദിച്ചത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. വീഡിയോ തന്നെയാണ് ആധികാരികം. വീഡിയോ എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതൊന്നും സഹകരണ വകുപ്പിന്റെ പെർമിഷൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ സംഘങ്ങളിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഫ്രീക്വന്റ്ലി പറയാം. ഹലോ സാറേ, എന്തോ ഹലോ, ആ ഞങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാക്കാണ് വരുന്നത്. വിശ്വാസം ഇല്ലാതെ വന്നു പോയാൽ അല്ല സാറേ, അത് കാലം മാറി. എന്താ അറിയോ, വാക്കുകൾ എന്ന് പറയുന്നതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും മാറ്റി പറയാൻ പറ്റുമെന്നുള്ളതാണ്. അല്ല സാറേ ശരിയാണ്, അല്ല സാറേ ശരിയാണ്. എന്താ ജോസഫ് സാറേ? വാക്കുകള് ഹലോ രേഖാമൂലമല്ല. അതാണ് അതന്നെ എന്റെ കാര്യം. വാക്കുകൾ എനിക്ക് എപ്പോഴും മാറ്റി പറയാം. പക്ഷെ എന്നാൽ വീഡിയോ എന്ന് പറയുന്നത് അവിടെ ഒരു കാലത്തും തിരുത്തപ്പെടാൻ കഴിയാത്ത രേഖയായി നിലനിൽക്കുകയാണ്. അപ്പൊ അതാണ് ആധികാരികമായിട്ട് ഒരു കസ്റ്റമർക്കാണ്. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ വീഡിയോ ട്യൂട്ടോറിയൽസ് ചെയ്ത് അത് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റണം അല്ലെ? അപ്പം നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ ധാരാളം വീഡിയോ ട്യൂട്ടോറിയൽസ് ഉൾപ്പെടുത്തണം. പുതിയ തലമുറ കസ്റ്റമേഴ്സ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അല്ലെ എന്ന് പറഞ്ഞ് നമുക്ക് അവർക്ക് ഷെയർ ചെയ്യാൻ കഴിയണം അല്ലെ? അതുപോലെ ഇമെയിലുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ, ഇതാണ് ഒമ്നി ചാനൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ അല്ലെ, നമ്മുടെ സംഘത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? സഹകരണ സംഘടന നിക്ഷേപം സുരക്ഷിതമാണ് അല്ലെ? ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം. നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ ചോദിച്ചപ്പോ ChatGPT ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്ന് പറയുന്നത് കേരളത്തിലെ സഹകരണ സംഘടന നടത്തുന്ന നിക്ഷേപം സുരക്ഷിതമാണ്, അതിന്റെ കാരണം ഗവൺമെന്റ് ഗ്യാരണ്ടി അടക്കമുള്ള കാര്യങ്ങളുണ്ട് അല്ലെ എന്ന രീതിയിലുള്ള മറുപടിയാണ് കിട്ടിയത്. നമുക്ക് ആ ഒരു മറുപടി തന്നെ പോസ്റ്റ് ചെയ്താൽ മതി അല്ലെ? സഹകരണ സംഘടന നടത്തുന്ന നിക്ഷേപം ഇന്ന കാരണങ്ങളാൽ സുരക്ഷിതമാണ് അല്ലെ? ഞാനിത് ChatGPTയോടും ഗൂഗിൾ ജെമിനിയോടും ചോദിച്ചിട്ടാ പറയുന്നത് കേട്ടോ അല്ലെ? നിങ്ങൾ ചോദിച്ചു നോക്കിയോളൂ, ChatGPTയോടും ഗൂഗിൾ ജെമിനിയോടും ഡീപ്സീക്കിനോടും ജെനോറായോടും ഒക്കെ ചോദിച്ചു നോക്കിയോളൂ. അപ്പൊ അവർ തരുന്ന മറുപടി ഇതായിരിക്കും കേട്ടോ. അവര് ഇന്ന കാരണങ്ങളാൽ സഹകരണ സംഘങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങൾ സുരക്ഷിതമാണ് അല്ലെ? എന്നാൽ ആ സംഘങ്ങളുടെ മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്, എന്നാലും അത് 90% വരെ സുരക്ഷിതമാണ്. അങ്ങനെ തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ? ഇവിടെ നിങ്ങളുടെ സംഘങ്ങളെ കുറിച്ച് നിങ്ങൾ ഇന്ന കാരണങ്ങളാൽ ഇത്ര കാലമായി ലാഭകരമാണ്, ഇന്ന പ്രൊജക്ടുകൾ വളരെ വിജയകരമായിട്ടാണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ സംഘത്തിലെ നിക്ഷേപം സുരക്ഷിതമാണ് എന്ന് ഒരു ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യന്റെ മേൽ ഒരു ഉത്തരം അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, തയ്യാറാക്കി വെക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു ഡിജിറ്റൽ ഫോമിൽ ഈ രീതിയിൽ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത ചില ഫോർമാറ്റുകളിലൊക്കെ രൂപപ്പെടുത്തി വെക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് പുതിയ കാലം ആവശ്യപ്പെടുന്നത്. അതാണ് ഒമ്നി ചാനൽ സപ്പോർട്ട് എന്ന് പറയുക. പുതുതലമുറ ഇതൊക്കെ ആഗ്രഹിക്കുന്നു അല്ലെ? നമ്മൾ വാക്കാൽ പറയുന്നതിനപ്പുറം ചില ഡിജിറ്റൽ ഇടങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ചില കാര്യങ്ങളാണ് പുതുതലമുറയ്ക്ക് കൂടുതൽ വിശ്വാസമുള്ളത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറുന്നുണ്ട്. ട്രാൻസ്പെറന്റ് ആവുക അല്ലെ? ട്രസ്റ്റ് അല്ലെ, വിശ്വാസം അത് നിലനിർത്തി പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെ? ഞാൻ സമയം നമുക്ക് കുറെ അധികം പോയി അല്ലേ?
ഇനി ഇത് ഉണ്ടോ നമ്മൾ ഈ പറഞ്ഞ കാര്യം, പ്രൊവൈഡ് ഇൻസ്റ്റന്റ് റെസ്പോൺസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, റൂട്ടീൻ ടാസ്കസ്, റെഡ്യൂസ് വെയിറ്റിംഗ് ടൈം. ഈ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ വേറെ എന്തെങ്കിലും വഴികളുണ്ടോ? നമ്മൾ പുതുതലമുറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ വന്നാൽ ആർക്കും വെയിറ്റ് ചെയ്യാൻ, നമ്മുടെ ബാക്കി കസ്റ്റമേഴ്സിന് വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഈ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ എന്തെങ്കിലും വഴികൾ? പ്രഭാകരൻ സാറേ, വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ എന്തെങ്കിലും വഴികൾ? നമ്മുടെ ഓഫീസിൽ എത്തുന്ന ഒരു കസ്റ്റമർക്ക് വെയിറ്റിംഗ് ടൈം കുറയ്ക്കാനുള്ള വഴികൾ? സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആ സ്പീഡിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ ഇപ്പോഴും ചിന്തിക്കും നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാ. എന്നാ പുതിയ തലമുറ സാറേ അവിടെ നിന്ന് മാറി പേപ്പർ വർക്കുകൾ ഒഴിവാക്കിയാൽ മതി. പേപ്പർ വർക്കുകൾ ഒഴിവാക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സാറേ, ജോസഫ് സാറേ, പുതിയ ടെക്നോളജി ഇന്ന് അവർക്ക് തന്നെ വന്ന് അവരുടെ ആവശ്യം നിറവേറ്റാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ ടെക്നോളജി ഇല്ല അവിടെ. സെൽഫ് സർവീസ് ആണ് പുതിയ തലം. ഡാറ്റ കണക്ഷൻ. അതെ അതെ. ഉണ്ടോ? സെൽഫ് സർവീസ് ആണ് പുതിയ തലമുറ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെൽഫ് സർവീസ്. അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്. അവരെ ആരും ഗൈഡ് ചെയ്യുന്നതിനേക്കാൾ ഇപ്പം നമ്മുടെ പുതിയ പിള്ളേരോട് ചോദിച്ചേക്കുക, നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അവരൊരിക്കലും പഴയ തലമുറ കടകളിലല്ല, പകരം മാക്സിലാണ് അവർ പോകാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ റിലയൻസ് ട്രെൻഡിലാണ് പോകാൻ ട്രെൻഡിലാണ് പോകാൻ ആഗ്രഹിക്കുക, സ്റ്റുഡിയോയിലാണ് പോകാൻ ആഗ്രഹിക്കുക. അല്ലേ? ശരിയല്ലേ? നിങ്ങൾ അല്ലേ ജ്യോതിമാം, എന്താ തോന്നുന്നേ? പുതിയ തലമുറ കുട്ടികൾ ഡ്രസ് എടുക്കാനൊക്കെ പോകുന്നത് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? അല്ലേ വിനോദൻ സാർ? എന്താ അവരുടെ പ്രത്യേകത? അവിടെ ഓൺലൈൻ പർച്ചേസ്. സെൽഫ് സർവീസ് ആണ് അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സെൽഫ് സർവീസ്. പുതുതലമുറ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ്. അതെ, ആ ട്രെൻഡിലേക്ക് നമുക്ക് മാറാൻ പറ്റണം സാറേ. മാറ്റം എന്ന് പറയുന്നത് അത്രയും വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുക. ഈ മാറ്റത്തിന്, ആ മാറ്റത്തിന്റെ കൊടുങ്കാറ്റിലൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ തകർന്നു വീഴും. അതെത്ര വമ്പനായാലും. നോക്കിയ വലിയ ഉദാഹരണം. നമ്മൾ ഒരു കാലത്ത് കയ്യിൽ രാജാവായിട്ട് കൊണ്ടുവരുന്ന സാധനമല്ലേ നോക്കിയ ഫോണുകള്, അല്ലേ? നമ്മളൊക്കെ അല്ലെ, ഞാനൊക്കെ ഓർക്കുകയാണ്, ഞാൻ സീമെൻസിന്റെ C25 എന്ന് പറയുന്ന മോഡലുമായിട്ട് നടന്നു. അന്ന് പലരുടെയും കയ്യില് നോക്കിയയുടെ 3310 ഒക്കെ കണ്ടപ്പോ എനിക്ക് കൊതിയോടെ ഞാൻ നോക്കി അതിന്. എന്നിട്ട് പണം ഇങ്ങനെ കൂട്ടി വെച്ച് അവസാനം ഞാനും വാങ്ങി നോക്കിയുടെ 1100. ആ പഴയ ടോർച്ചുള്ള ഒരു മോഡല്, അല്ലേ? അഭിമാനത്തോടെ നെഞ്ചിലിങ്ങനെ ചേർത്ത് വെച്ച് കൊണ്ട് നടന്നു. പിന്നെ നോക്കിയുടെ ഒരുപാട് മോഡലുകൾ ഞാൻ വാങ്ങി. 2011 നോക്കിയുടെ E73 എന്ന് പറയുന്ന ആ ക്വറ്റി കീബോർഡുള്ള ഒരു മോഡലാണ് ഞാൻ കൊണ്ടു നടന്നു. 2011 ബാംഗ്ലൂർ വെച്ചത് പോക്കറ്റ് അടിച്ചു. ആരോ പോക്കറ്റ് നിർത്തുകൊണ്ട് പോയി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ സാധനം പോയല്ലോ. കണ്ണൂർ വന്നു, ഞാൻ സാംസങ്ങിന്റെ ഒരു മൾട്ടിമീഡിയ ഫോൺ വാങ്ങി. പിന്നീട് ഇതുവരെ ഞാൻ പഴയ കീപാഡ് ഫോണിലേക്ക് തിരിച്ചു പോയില്ല. പക്ഷെ നോക്കിയ എഴുതിയത് എന്താണെന്നറിയോ? ഈ ആളുകളൊന്നും ഈ ഡിജിറ്റൽ ലോകത്തിലൊന്നും ആളുകൾ പരിശീലിച്ച് എത്തൂല. അതുകൊണ്ട് ജാവാ സ്ക്രിപ്റ്റിൽ ഈ പഴയ ടച്ച് സ്ക്രീൻ ഫോണുകളിൽ അങ്ങ് തുറന്നാൽ മതി എന്ന് വിചാരിച്ചിരുന്ന ഈ നോക്കിയ ഇന്നത്തെ അവസ്ഥ നോക്കിയ പോലും കാണാനില്ല. അല്ലെ? പേര് നോക്കിയ. 85 വയസ്സായ ആൾക്കാർ പോലും സാംസങ്ങിന്റെ ആപ്പിളിന്റെ ഒക്കെ ഫോൺ. സത്യം വേണം. അതെ അതെ, വളരെ കറക്റ്റ് ആണ്. അല്ലെ? അപ്പൊ ഇത് തന്നെ നമ്മുടെ അല്ലെ. അപ്പം ആ മാറ്റം ഒരു കൊടുങ്കാറ്റ് വരെ വരുന്നിടത്ത് ആ കാറ്റിന്റെ ഒപ്പം മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ആ കാറ്റിന്റെ ഒപ്പം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നിടത്താണ് എന്ത് ചെയ്യുക? നമ്മള് അവിടെ പിടിച്ചു നിൽക്കുക. ആ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇങ്ങനെ വളരെ പെട്ടെന്ന് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം. ഒരു 10 വർഷം മുമ്പ്, 10 വർഷത്തിന് ശേഷം എന്താണ് ഇത്തരം ഇടങ്ങൾ സംഭവിക്കാൻ പോവുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം. അല്ലെ? അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ കാണണ്ടേ. ഈ റെഡ്യൂസ് വെയിറ്റിംഗ് ടൈം, സെൽഫ് സർവീസ് ആണ് പുതിയ തലമുറ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അവരെ കൊണ്ട് ചില കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ചില കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം.
അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവണം. ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ പോലും സെൽഫായി ചെയ്യാൻ പറ്റുന്ന കിയോസ്കുകളുണ്ട് അല്ലേ? നമുക്ക് സെൽഫായി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കിയോസ്കുകളായി. പണ്ട് അവിടെ ഇരുന്ന് ടിക്കറ്റ് വെൻഡിങ് മെഷീനിൽ ആൾ അടിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് സെൽഫായിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വരാൻ പറ്റുന്ന സൗകര്യങ്ങളായി അല്ലേ? എന്താ അവിടെ പോലും സെൽഫ് സർവീസിങ് പോർട്ടലുകൾ വന്നു കഴിഞ്ഞു അല്ലെ? ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറുകൾ തിരക്കില്ല, പക്ഷെ ട്രെയിനിൽ ഇഷ്ടം പോലെ തിരക്കാ. എന്താ കാരണം? ഞാൻ ഒരിക്കലും ടിക്കറ്റ് എടുക്കാറില്ല കൗണ്ടറുകളിൽ. ഏതാണ്ടൊരു UTS അല്ല സാറേ, ഇപ്പൊ അതും പോയി. ഇപ്പൊ റെയിൽ വൺ എന്ന് പറയുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയ ആപ്പ് വന്നു, റെയിൽ വൺ. റെയിൽ വൺ ഡൗൺലോഡ് ചെയ്തോളൂ വിനോദൻ സാറേ, എക്സലന്റ് ആപ്പാണ്. UTSന്റെയും മറ്റേ നമ്മുടെ IRTCയുടെ എല്ലാ റെയിൽ വൺ അല്ലേ? അപ്പൊ അങ്ങനെ കണ്ടോ, ആളുകൾ ആ രീതിയിലേക്ക് മാറി, വളരെ പെട്ടെന്ന് മാറുന്നേ. അപ്പോ ഈ മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ വരുന്നിടത്ത് നമ്മൾ അതിനെതിരെ പ്രതിരോധിച്ചു നിന്നാൽ അത് നമ്മളെ മറിച്ചിട്ട് തകർത്തടിച്ചു പോകും അല്ലേ? അപ്പൊ ഇതാണ്. അപ്പോ ഈ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാനുള്ള ഒരു വഴി ആ കസ്റ്റമറെ കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്യിക്കുക. അവര് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. അവർ വരുമ്പോൾ തന്നെ അവരെ എൻഗേജ്ഡ് ആക്കുക. അതിൽ നമുക്ക് ഒരുപക്ഷെ ഒരു ഡിജിറ്റൽ ബ്രൗഷർ അവർ കൊടുത്ത ശേഷം പറയാം, സർ ഇതിനകത്ത് സർ ഒന്ന് സെലക്ട് ചെയ്തോളൂ, ഇതിലേതാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഇതിൽ ഈ രീതിയിലുള്ള ഡിജിറ്റൽ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് റെഡി ആയിക്കോളൂ, അപ്പോഴേക്ക് ഞങ്ങൾ അപ്പുറത്ത് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും സർ. ഓക്കെ, അന്നേരം അവരെന്ത് ചെയ്തു, ഇനി അവരുടെ മൊബൈൽ ഫോണിലേക്ക് തന്നെ ആ ഡിജിറ്റൽ ബ്രൗഷർ അയച്ചു കൊടുത്താൽ മതി. ആ ഡിജിറ്റൽ ബ്രൗഷറിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് അവർ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിൽ ക്ലിക്ക് ചെയ്ത് അതിനെന്തെങ്കിലും ചില ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ക്ലിയർ ചെയ്ത് കൂടെ നിന്ന് അവർ കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലേക്ക് വരും അല്ലേ? അപ്പോൾ ഇത് ആ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ ഇത്തരത്തിൽ ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിൽ വാക്കിൻ കസ്റ്റമറുടെ കാര്യത്തിലുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഭാവിയിൽ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി എന്താ, മനുഷ്യനെ പോലെ തന്നെ സംസാരിക്കാൻ കഴിയുന്ന അല്ലെ സൗകര്യങ്ങൾ, ആ രീതിയിലൊക്കെ കാര്യങ്ങൾ വരിക എന്നുള്ളതാണ്. നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ട്. കസ്റ്റമർ ഡാറ്റ ഫോർ ട്രെയിലർ ഓഫേഴ്സ് പ്രൊഡക്റ്റീവ് അനാലിസിസ് ഓഫ് പ്രിഫറൻസസ്, ഡൈനാമിക് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ്, ഇംപ്രൂവ് ലോയൽറ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ? ഇന്റർഗ്രേറ്റഡ് സപ്പോർട്ട് അക്രോസ് ചാനൽസ്, ഫോൺ, ഇമെയിൽ, ചാറ്റ്, സോഷ്യൽ മീഡിയ അല്ലെ? സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി. വളരെ ഇഫക്റ്റീവായി നമുക്കത് ഉപയോഗിക്കാൻ പറ്റണം. പ്രിയപ്പെട്ടത്, ഞാൻ കഴിഞ്ഞ സാറിനുള്ള ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ ഒരു പോളിസി നാടൻ കടകളിൽ സാധനം മേടിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള രാമുണിയേട്ടൻ്റെയും ഹംസക്കേടിയൊക്കെ പീഡിയെന്ന് അല്ലെ? അതാണല്ലോ നമ്മൾ കാലങ്ങളായി അവിടുന്ന് സാധനം മേടിക്കണം. അല്ലാണ്ട് ഈ കുത്തകളെ ആശ്രയിക്കരുത്, കുത്തക ഷോപ്പിൽ കയറരുത്, സൂപ്പർ മാർക്കറ്റുകൾ അടക്കമുള്ള കുത്തകൾ നടക്കുന്ന സ്ഥാപനങ്ങളിൽ പോകരുത് എന്ന് കൃത്യമായി മനസ്സിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഇരിക്കുകയാണ് കണ്ണൂരിൽ നിന്ന് ഒരിക്കല് എൻ്റെ സുഹൃത്തിന്റെ കൂടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറാൻ സാഹചര്യം വന്നു. അങ്ങനെ അവന് ഓരോ സാധനങ്ങൾ എടുത്ത കൂട്ടത്തിൽ എനിക്കും 2-3 മക്കൾക്ക് വേണ്ടി 2 ചോക്ലേറ്റ് എടുത്തേക്കാന്ന് കരുതി ഞാൻ 2 ചോക്ലേറ്റ് എടുത്ത് ബിൽ കൗണ്ടറിൽ വന്നപ്പോൾ അവിടെ നിന്നുള്ള ആള് ചോദിക്കുകയാണ്, സാറേ കാർഡ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, ക്യാഷ് നിങ്ങൾ എടുക്കൂലേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെബിറ്റ് കാർഡ് എടുത്തു കൊടുത്തു. പറഞ്ഞു, അതല്ല സാറേ, ഇവിടുത്തെ മെമ്പർഷിപ്പ് പ്രിവിലേജ് കാർഡ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, സോറി ഇല്ല, മെമ്പർഷിപ്പ് ഉള്ളവർക്ക് സാധനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അല്ല സാറേ, മെമ്പർഷിപ്പ് ഇല്ലാത്തവരുണ്ട്, പക്ഷെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ സാറിന് സ്പെഷ്യൽ പോയിന്റുകളും ഡിസ്കൗണ്ടും ഒക്കെ കിട്ടും. അങ്ങനെയാണല്ലേ? അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ എന്താ ചെയ്യണ്ടേ? അല്ല സാറ് ഒന്ന് ഫോൺ നമ്പർ പറഞ്ഞാൽ മതി. ഞാൻ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു, എൻ്റെ മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുത്തു, പേര് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാനൊരു പ്രിവിലേജ് കാർഡ് മെമ്പറായി. ഞാൻ വാങ്ങിയ ചോക്ലേറ്റിന് എനിക്ക് 31 പൈസ റിഡക്ഷനും കിട്ടി. 31 പൈസ റിഡക്ഷൻ കിട്ടിയാണ് അല്ലെ? 31 പൈസ. പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയോ? പിറ്റേ ദിവസം മുതൽ എനിക്ക് അവരുടെ ഓഫറുകളുടെ മെസ്സേജുകൾ വരാൻ തുടങ്ങി. ടുഡേയ്സ് ഓഫർ, അങ്ങനെ ഡെയിലി മെസ്സേജുകൾ വന്നുകൊണ്ടേ. പച്ചക്കറികൾക്കും മറ്റു സാധനങ്ങൾക്കും ഹോം അപ്ലയൻസസിനുമുള്ള ഡെയിലി ഓഫറുകൾ കണ്ട് ഞാൻ ഈ ഓഫറുകളുടെ സാധനം മേടിക്കാൻ ഈ കടയിൽ കയറാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ സംഭവിച്ചത് എന്താ വെച്ചാൽ, രാമുണ്ണിയേട്ടൻ കണ്ടാൽ കണ്ടില്ല. ഹംസക്ക കഴിഞ്ഞ ദിവസം ഞാൻ വയ്ക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് നോക്കി തിരിച്ച പുള്ളി എന്നെ മൈൻഡ് ചെയ്യാണ്ട് പോയി. കാരണം ഇപ്പൊ എന്റെ പർച്ചേസ് മുഴുവൻ ഈ കടയിൽ നിന്ന് മാത്രമായി. ഇത് ശരിയല്ല ഞാൻ ഈ പറഞ്ഞത്? നിങ്ങളൊക്കെ ചിലപ്പോ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കുമല്ലോ അല്ലേ? സാറേ എന്തോ പറഞ്ഞു വിനോദ് സാറേ? ഞങ്ങളുടെ മുകളില് നിയമവും ഓഡിറ്റും
ഒരു വാള് പോലെ നിൽക്കുകയാണ്. ശരി സാർ. ഞങ്ങളുടെ തൊട്ടടുത്ത് ഞങ്ങള് കഴിഞ്ഞ ദിവസം ഒരു ചിട്ടി ആരംഭിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ആ ചിട്ടിക്ക് ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അപ്പൊ ഞങ്ങൾ അതിനകത്ത് ആ പ്രോജക്റ്റ് ഞങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആ ചിട്ടിയിൽ എല്ലാ ദിവസവും എല്ലാ മാസവും കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുക. തൊട്ടടുത്ത പെട്രോൾ പമ്പിലെയോ എവിടത്തെങ്കിലും ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുക. ആ ഗിഫ്റ്റ് വൗച്ചറിന് 1000 രൂപയാണെങ്കിൽ 1000 രൂപ സംഘത്തിൽ നിന്ന് എടുക്കണം. അവിടെ വന്നപ്പോൾ ഓഡിറ്റർ ഒന്നും നടക്കില്ല. ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. അല്ല, നമുക്ക് എന്താ സാറേ, അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാല് നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അല്ലെ. ഇപ്പം കാരണം ഇത്തരം ചില കാര്യങ്ങളില് ചില സംവിധാനങ്ങൾ ഉള്ളത് ചിലപ്പോൾ നല്ലതാണ് എന്ന് ഞാൻ പറയും. കാരണം ഇപ്പൊ നിങ്ങൾ റാമലെ ഇത് വളരെ വിജയകരമായി നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയും. പക്ഷെ മറ്റു ചില സംഘങ്ങൾ അനുകരിക്കുന്നിടത്ത് പാളിപ്പോകാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്തരത്തിലുള്ള, പിന്നെ ഒരു പൊതുവായ നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്തരം ചില കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ സാറേ, ഈ വാട്സപ്പ് SMS അയക്കാൻ നമുക്ക് ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ വരാൻ സാധ്യതയില്ല. അത് സാറേ അത് അംഗീകരിച്ചു. അതാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് സാറേ. അതെ, തീർച്ചയായിട്ടും സാർ. ജോസഫ് സാർ, അത് തന്നെ ഞാൻ പറയുന്നത്. നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിലെടുത്ത് നമ്മൾ ഇപ്പോഴും നൂലാമാലകളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ, പ്രതിസന്ധികളെ കുറിച്ച്. പ്രിയപ്പെട്ട, ഞാൻ കണ്ടൊരു വലിയൊരു കാര്യമുണ്ട് സാറേ. എന്താണെന്നറിയോ, ഈ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഒരുപാടിടത്ത് സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നുണ്ട്, രീതി സ്റ്റോറുകൾ നടത്തുന്നുണ്ട്, കൺസ്യൂമർ സ്റ്റോറുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു 50 ഇടത്തെങ്കിലും ഞാൻ സൂപ്പർ മാർക്കറ്റുകളിലും കൺസ്യൂമർ സ്റ്റോറുകളിലും ചെന്നിട്ട് പലതും സംസാരിക്കുമ്പോൾ നഷ്ടമാണ് സാറേ. ഇനി ലാഭകരമാണ്, ഞങ്ങൾ നഷ്ടത്തിലല്ലെന്ന് പറഞ്ഞ സ്ഥാപനങ്ങളിലോട്ട് ഞാൻ ചെന്നപ്പോൾ സംഭവം എന്താ അറിയോ, ബിൽഡിംഗ് സ്വന്തമാണ്, വാടകയില്ല, വാടക കണക്കാക്കുന്നില്ല. വാടക കണക്കാക്കണ്ടേ? ജോർജ് സാറേ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു? ജോർജ് അല്ലേ? അപ്പൊ ജോർജ് സാർ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ജോർജ് സാർ ഹാൻഡ് റൈസ് ചെയ്തു. സാറേ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. ജോർജ് സാറേ ജോർജ് സാർ പറഞ്ഞു. ജോർജ് സാർ പറഞ്ഞത് സാറേ ജോർജ് സാർ പറഞ്ഞത്. ജോസഫ് സാറേ, ജോർജ് സാർ എന്ത് പറയുന്നുണ്ട്? ഒരാൾ സംസാരിക്കാവോ? ജോസഫ് സാറേ, ജോർജ് സാർ എന്തോ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് കേൾക്കട്ടെ. ജോസഫ് സാറേ, ഓക്കെ, ജോർജ് സാർ പറഞ്ഞോളൂ സാർ. സാറേ, ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. കാരണം വെച്ചാല് ഞങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റ്, ഞങ്ങൾ ആ സൂപ്പർ മാർക്കറ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാ പേജ് ഒക്കെ ഞങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇതെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് റിസൾട്ടും തരുന്നുണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓരോ 100 രൂപയുടെ പർച്ചേസിനും ഞങ്ങൾ പോയിന്റ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഏറ്റവും കുറഞ്ഞത് 100 പേർക്കെങ്കിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിയവർക്ക് ഗോൾഡ് കോയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു രൂപ പോലും ബാങ്കിന് ചെലവില്ലാതെയാണ് ചെയ്തു കൊടുക്കുന്നത്. കാരണം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നമ്മളുടെ കമ്പനിയിൽ നമുക്ക് സാധനങ്ങൾ തരുന്നവർ ഇതെല്ലാം നമുക്ക് അവരുടെ കോംപ്ലിമെന്റ് ആയിട്ട് തരുന്നുണ്ട്. ഇതിനെ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും കൊടുക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ബിസിനസ് വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഞങ്ങൾ പുതിയ തലമുറയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സാർ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമുക്ക് ഈ സമയം ലാഭിക്കാൻ അവർക്ക് ചെയ്യാൻ പറ്റുക. ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടേതായ പ്രൊസീജിയർ എന്ത് സമയത്ത് വാങ്ങിയിട്ട് അവരോട് ക്ലാസ് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കൊടുത്താൽ പോരെ സാറേ എല്ലാവർക്കും ഈ ഒരു അവസരം? സാറേ സാറിന്റെ വിലപ്പെട്ട ഒരു ക്ലാസ് നഷ്ടപ്പെടുകയല്ലേ? നമുക്ക് സമയം ഉപയോഗിക്കാം. ഭയങ്കര സന്തോഷമാണ് ജോർജ് സാർ പറയുന്നത്, നമ്മുടെ പറയുന്ന കാര്യങ്ങളുമായി കണക്ട് ചെയ്ത കാര്യങ്ങളാണെന്നുള്ളത് കൊണ്ട് ആണ് ഞാനത് ശ്രദ്ധയോടെ കേൾക്കുന്നത്. ജോർജ് സാറേ, ഒരുപാട് സന്തോഷം. സ്ഥാപനം ഏതാണെന്ന് കൂടെ പറയാമോ ജോർജ് സാറേ? സ്ഥാപനം ഏതാണെന്ന് പറയാമോ? മറയൂർ. ഓക്കെ, മറയൂർ, ഇടുക്കി അല്ലേ?
മറിയൂർ സാർ, പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നഷ്ടമാവാൻ ഒറ്റ കാരണമേ ഉള്ളൂ. വന്നു പോകുന്ന ഒരു കസ്റ്റമറുടെയും ഒരു ഡാറ്റയും നമ്മുടെ കയ്യിലില്ല. ഇന്ന് വന്ന് അയാൾ പർച്ചേസ് ചെയ്ത് പോയാൽ അവിടെ കൊണ്ട് നമ്മളുടെ ബന്ധം തീരുക. നാളെ അവർക്ക് അയക്കാൻ ഒരു മെസ്സേജ് അയക്കാൻ അവരുടെ വാട്സപ്പ് നമ്പറോ സൗകര്യമോ നമ്മൾ വാങ്ങി വെക്കുന്നില്ല എന്നുള്ളിടത്ത് നമ്മൾ മുന്നോട്ട് പോവില്ല. അല്ലെ? എങ്ങനെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ ലാഭകരാവുന്നത്? അല്ലെ? ജോർജ് സാർ പറഞ്ഞ് നിങ്ങൾ കേട്ടെ. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും അടക്കം ഉപയോഗിച്ചുകൊണ്ട് ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ, വാട്സപ്പിൽ ഏറ്റവും വലിയ സൗകര്യം അത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ. ആ ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകളിൽ ഇന്നത്തെ ഓഫർ ഒന്ന്, നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വെളിച്ചെണ്ണ പൊതുവിപണിയേക്കാൾ വില കുറച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അരി പൊതുവിപണിയൊക്കെ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. പല സാധനങ്ങളും പൊതുവിപണിയേക്കാൾ വില കുറച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലേ? അപ്പൊ അങ്ങനെ പൊതുവിപണിയേക്കാൾ വില കുറച്ച് നമ്മൾ സാധനം കൊടുക്കുമ്പോ എന്തുകൊണ്ട് നമുക്കത് കസ്റ്റമറെ അറിയിക്കാൻ പറ്റുന്നില്ല? അല്ലെ? ആ കസ്റ്റമറെ അറിയിക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? വാട്സപ്പ് ബ്രോഡ്കാസ്റ്റുകൾ മെസ്സേജ് അയക്കാൻ പറ്റണം. വാട്സപ്പ് ബ്രോഡ്കാസ്റ്റുകളില് ഇൻസ്റ്റഗ്രാം പേജുകളില് മെസ്സേജ് അയക്കാൻ പറ്റണമെങ്കിൽ അവരുടെ മിനിമം മൊബൈൽ നമ്പറെങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ? അല്ലെ? ഇത് കളക്ട് ചെയ്ത് ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി, അല്ലെ, നമ്മുടെ നാട്ടിലെ കസ്റ്റമേഴ്സിനെ ഡെയിലി കണക്റ്റഡ് ആയിരിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്ന ഒരു വലിയ വീഴ്ചയല്ലേ? അല്ലെ? ഇതിന് സഹകരണ വകുപ്പിന്റെ അനുമതി വേണോ? അല്ലെ? രജിസ്ട്രാറുടെ പെർമിഷൻ വേണോ? അല്ലെ? ഒന്നും വേണ്ട. ഡയറക്ടർ ബോർഡ് പാസ്സാക്കണോ? ഒന്നും വേണ്ട. ഒരു നൂലമാലില്ലാത്തൊരു കാര്യം. അല്ലെ? അപ്പൊ ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സുമായി ഡെയിലി കണക്റ്റഡ് ആവാൻ പറ്റണം. അല്ലെ? നമ്മുടെ അല്ലെ അതുകൊണ്ട് ആ കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങളിലൊക്കെ വളരെ നിരന്തരമായി അപ്ഡേറ്റഡ് ആയി പോകാൻ നമുക്ക് പറ്റണം. ഇനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ട്. അല്ലെ? അവര് ഇതൊക്കെ നേരത്തെ പറഞ്ഞുപോയ കാര്യങ്ങളാണ്. മൊബൈൽ ആപ്പ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞുപോയ കാര്യങ്ങളാണ്. ഓട്ടോമേഷൻ, അതുപോലെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ നമ്മൾ ഡിജിറ്റൽ ഇടങ്ങളിലേക്ക് മാറുമ്പോൾ നമ്മൾ വളരെയേറെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ മറ്റൊരു അവസരത്തിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. AI, അല്ലെ, ഓഗ്മെന്റഡ് റിയാലിറ്റി, വോയിസ് ബേസ്ഡ് അസിസ്റ്റൻസ്, ബ്ലോക്ക് ചെയിൻ ട്രാൻസ്പെറൻസി. ബ്ലോക്ക് ചെയിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിനിൽ ഒരിക്കൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഡാറ്റ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അല്ലെ? ഇപ്പൊ നമ്മൾ മിനിറ്റ്സ് പോലും തിരുത്താൻ പറ്റും. പക്ഷേ ഈ ബ്ലോക്ക് ചെയിനിലൊക്കെയുള്ള ഗുണം എന്ന് പറയുന്നത് ഒരിക്കൽ റെക്കോർഡ് ചെയ്ത ഡാറ്റ തിരുത്തണമെങ്കിൽ അത് മറ്റൊരു ഡാറ്റയായി സേവ് ചെയ്യണം. അപ്പോഴും ഈ തിരുത്താത്ത പഴയ ഡാറ്റ അവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്രിമം നടക്കാനുള്ള സാധ്യതകൾ ബ്ലോക്ക് ചെയിനിൽ വളരെ കുറവാണ് കേട്ടോ. അതൊക്കെ ഈ പുതിയ കാലഘട്ടത്ത് ഡാറ്റകൾ സൂക്ഷിക്കുന്നതിൽ ബ്ലോക്ക് ചെയിൻ പോലുള്ള സാധനങ്ങളൊക്കെ വളരെ പ്രധാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്കൊക്കെ നമ്മൾ ഭാവിയിൽ എത്തണമെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നാളെ നിങ്ങളുടെ ചർച്ചകളിലൂടെ സഹകരണ വകുപ്പിനെ അടക്കം ബോധ്യപ്പെടുത്തി, അല്ലെ, നമ്മൾ ഇന്നിപ്പോ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അല്ലെ സ്ഥാപനങ്ങളൊക്കെ തന്നെ ആ രീതിയിലേക്ക് മാറും. ഇന്നല്ലെങ്കിൽ നാളെ. അല്ലെ? ഇന്നങ്ങനെ ഇല്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട. എന്ന് പറഞ്ഞാൽ നാളെ എങ്ങനെ ആവില്ല എന്നതിന് അർത്ഥമില്ല. ഇത് ഉറപ്പായിട്ട് മാറിയേ മതിയാവും. അല്ലെ? അതാണ്. അപ്പൊ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോ ന്യൂ ജനറേഷൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്തരായ രീതിയിൽ കാര്യങ്ങൾ മാറുന്നവരാണ്. ടെക്നോളജി ബേസിൽ കാര്യങ്ങൾ മാറുന്നവരാണ്. അല്ലെ? കണ്ടിന്യൂസ് ഇന്നോവേഷൻ, അതാണ് അവർക്ക് വേണ്ടത്. എപ്പോഴും ഒരു പുതിയത അവര് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. പുതുക്കപ്പെടലുകളിലേക്ക് പോകാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷം എനിക്ക് പ്ലാറ്റ്ഫോമിൽ വരാൻ കഴിഞ്ഞത്. അരുൺ സാറിന് പ്രത്യേക നന്ദിയുണ്ട് എന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്തിയതിന്. അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ആലപ്പുഴയിൽ വെച്ച് അദ്ദേഹത്തെ ഒരു പ്രോഗ്രാമിൽ പരിചയപ്പെട്ടതാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ എത്താൻ കാരണമായത്. ഒരുപാട് സന്തോഷം. അപ്പോൾ ചില ചിന്തകൾ നിങ്ങളുടെ നമ്മുടെ ചർച്ചകൾക്കും ഒക്കെ വേണ്ടി തരിക എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോ നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. എല്ലാവർക്കും നന്ദി. വിനോദൻ സാറേ, ജോർജ് സാറേ, ജോസഫ് സാറേ, മഞ്ജുമ, അല്ലെ, അതുപോലെ തന്നെ പലരും, അല്ലെ, അരുൺ സാർ, എല്ലാവരും നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്തു. ഒരു കാര്യം, സാറിന്റെ മൊബൈൽ നമ്പർ ഒന്ന് നമ്മളെ ഗ്രൂപ്പിലേക്ക് മൊബൈൽ നമ്പർ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ. മൊബൈൽ നമ്പർ. നല്ല പുതിയ അറിവുകൾ പ്രദാനം ചെയ്തൊരു ക്ലാസ് ആയിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഓക്കെ സാറേ, താങ്ക് യു. പ്രഭാകർ സാറേ, എന്റെ മൊബൈൽ നമ്പർ ഞാൻ പറയട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. 2 മിനിറ്റ് 5 മിനിറ്റിനകത്ത് നമുക്ക് ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. സാറ് ഞങ്ങൾക്ക് പാലക്കാട് ട്രെയിനിങ്ങിനുള്ളപ്പോ ക്ലാസ് എടുത്തിട്ടായിരുന്നു. അതെ ശില്പമാം, താങ്ക് യു ഓർത്തു വെച്ചതിന്.
എന്റെ നമ്പർ പറയാം. സാറിന്റെ മഞ്ജു മാം, പറഞ്ഞോളൂ. സാറിന്റെ ക്ലാസ് വളരെ പ്രയോജനപ്രദമായിരുന്നു. പുതിയ പുതിയ അറിവുകളും ഈ മേഖലയ്ക്ക് വളരെ പ്രാധാന്യമേറിയ വിഷയത്തെ പറ്റിയാണ് സാറ് ഒരു ക്ലാസ് പ്രദാനം ചെയ്തത്. അത് ഏറ്റവും പ്രയോജനം ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ മേഖലയിലേക്ക് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ സാറിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എന്റെ നമ്പർ ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. 97 47 70 70. ഒന്നുകൂടെ പറയാം. 97 47 70 70 50. ഒരിക്കലും പറയുമ്പോൾ താമസം ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ പെരളശ്ശേരിയാണ്. ഞാൻ കാങ്കോൽ പയ്യന്നൂര്. ഓ, കാങ്കോലാണല്ലേ? ശരി. ഞാൻ പെരളശ്ശേരിയാണ്, കണ്ണൂര്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മാലോത്തായിരുന്നു സാറേ. മാലോം അറിയോ സാറിന്? ഓ, മാലോ അറിയാം. മാലോത്തായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ 20 വർഷമായിട്ട് കണ്ണൂരുകാരനാണ്. ചെറുപുഴക്കടുത്ത് മാലോ. ചെറുപുഴക്കടുത്ത്. അതെ. കാങ്കോലൊക്കെ ഞാൻ അവിടെ സ്കൂളിലൊക്കെ എപ്പോഴും വരാറുണ്ട് കേട്ടോ. കാങ്കോലൊക്കെ പല സ്കൂളുകളിലും ഭാഗത്തൊക്കെ എപ്പോഴും ഞാൻ എന്തോ നേരിട്ട് തന്നെ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും നേരിട്ട് കാണാൻ പറ്റുമോ? പിന്നെ പറ്റും, ഉറപ്പായിട്ടും. നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാം സാറേ, അല്ലേ? സാറേ, ആരെങ്കിലും ഒരു അഭിപ്രായം? നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ബോറടിക്കുക നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. സാറേ, താങ്ക് യു. വളരെ സന്തോഷമുണ്ട് നമ്മുടെ സഹകരണ വീക്ഷണത്തിന്റെ പ്ലാറ്റ്ഫോമിൽ സാറ് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ തയ്യാറായതിന്. സത്യം പറഞ്ഞാൽ ഞാൻ ആ കിഗ്മയുടെ 5 ദിവസത്തെ ട്രെയിനിങ്ങിന് ആലപ്പുഴയിൽ വന്നപ്പം, ഞങ്ങളുടെ നാട്ടിലേക്ക് സാർ വന്നപ്പം ഫസ്റ്റ് ക്ലാസ് സാറിന്റെ ആയിരുന്നു. അപ്പം മറ്റ് സ്റ്റാർട്ടിങ് തന്നെ വളരെ ഒരു പോസിറ്റീവായിട്ടൊരു ക്ലാസ് ആയിട്ട് മാറി. പെട്ടെന്ന് തന്നെ ഞാൻ ഏറ്റവും ആദ്യം ആഗ്രഹിച്ചതും സാറിനെ ഈ സഹകരണ വീക്ഷണത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഒരു ക്ലാസ് എടുപ്പിക്കണം. ഏകദേശം ഒരു 4000-ഓളം മെമ്പർമാരുള്ള നമ്മുടെ ഒരു കൂട്ടായ്മയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു ഓണത്തിന് ശേഷം നടത്തുന്ന ഫസ്റ്റ് പ്രോഗ്രാമും കൂടാണ്. ഇപ്പൊ 36 37ാമത്തെ പ്രോഗ്രാമാണ്. അപ്പം റെക്കോർഡ് ക്ലാസ്സുകളാണെങ്കിലും കൂടുതൽ ആളുകൾ കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ക്ലാസ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ സഹകരണ മേഖലയിൽ അനുദിനം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളിൽ നമുക്ക് എന്തൊക്കെ മാറ്റം ഈ മേഖലയിൽ കൊണ്ടുവരണം എന്നതിനെ കുറിച്ചൊരു അവയർനെസ് ക്ലാസ് തന്നെ ആയിരുന്നു. അപ്പം ആ ഒരു കാര്യത്തിൽ വെച്ച് നോക്കുമ്പം സാറിന്റെ ഞാൻ ഈ പ്രോഗ്രാമിൽ മാത്രമല്ല സഹകരണ വീക്ഷണത്തിന്റെ വാർഷിക ആഘോഷ ചടങ്ങിലേക്കും കൂടി അന്ന് ഞാൻ ക്ഷണിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് സാറിനെ പോലുള്ള ഒരാള് നമ്മുടെ സഹകരണ വീക്ഷണം പ്ലാറ്റ്ഫോമിനൊപ്പം യാത്ര ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടതിന്. ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന കാര്യം സംശയമില്ല. എല്ലാ സ്ഥാപനങ്ങളും അപ്ഡേറ്റ് ആകണം. അപ്ഡേറ്റ് ആയെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ. താങ്ക് യു സാർ. അതുപോലെ സഹകരണ വീക്ഷണം ഞാൻ വളരെ അഭിനന്ദനങ്ങൾ പറയുകയാണ്. അതിന്റെ പ്ലാറ്റ്ഫോമിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ മികച്ച രീതിയിലുള്ള ഇടപെടലുകളാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. ചർച്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട്, മുഴുവൻ വായിക്കാറുണ്ട്. അതിന് ചേർന്ന ശേഷം എനിക്കും ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആവാനും അറിയാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ഒന്ന്, സഹകരണ മേഖലയിലെ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടായി കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അരുൺ സാറേ, എല്ലാവർക്കും അഭിനന്ദനം. കാരണം അത്രയും മികച്ചൊരു പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നു. ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കൂട്ടായ്മ വളരെ ഉറപ്പാണ്. വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് സാറിനെ പോലുള്ള ആളുടെ ഭാഗത്ത് നിന്നും സഹകരണ വീക്ഷണത്തെ പറ്റി ഇങ്ങനെ ഒരു കമന്റ് കേട്ടതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ. പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഞാൻ ലെഫ്റ്റ്